ബ്രഹ്മസൂത്രം അതിന്റെ മൂന്നാമത്തെ ക്ലാസ് അല്ലേ, രണ്ടാമത്തെ പേജിൽ തന്നെ ടീക്കയില്. അപ്പോൾ പൂർവപക്ഷിയുടെ അഭിപ്രായം ആയിരുന്നു ഈ സൂത്രം തുടങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഈ സൂത്രം എന്താ ചെയ്യുന്നത്? ഈ സൂത്രം എന്ത് ചെയ്യാൻ വന്നതാ? അതായത് ശ്രവണവിധിയുടെ സംബന്ധിയായിരിക്കുന്ന അധികാരി വിഷയം സംബന്ധ പ്രയോജനം ഇവയെ നിർണയിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. പൂർവപക്ഷി പറയാണ് ഇതിന്റെ ആവശ്യമില്ല. ഈ വിധിയുടെ സന്നിധിയിൽ കാണുന്ന ശ്രുതികളിലൂടെ അധികാരി ആരാണ്, വിഷയം എന്താണ്, പ്രയോജനം എന്താണ്, സംബന്ധം എന്താണ് എന്ന് നിശ്ചയിക്കാൻ പറ്റുന്നുണ്ട്. ആ സ്ഥിതിക്ക് പിന്നെ ഈ സൂത്രത്തിലൂടെ ഈ കാര്യങ്ങളൊന്നും നിശ്ചയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അഭിപ്രായം. ഇനി നമ്മൾ സിദ്ധാന്തം പറയാണ്. ഇതി ചേത് ന, താഴെ രണ്ടാമത്തെ പങ്ക്തി, രണ്ടാമത്തെ പേജ്, ഭാഷരത്ന പ്രഭ. താസാം അധികാര്യാദി ശ്രുതീനാം സ്വാർത്ഥേ താത്പര്യ നിർണായക ന്യായസൂത്രാഭാവേ. ന്യായസൂത്രം ഇല്ല എങ്കിൽ, തർക്കപ്രധാനമായിരിക്കുന്ന ഒരു സൂത്രം അവിടെ ഇല്ല എങ്കിൽ, ഇത് നിങ്ങളുടെ മുന്നിലേ ശ്രുതിയേ ഉള്ളൂ, ഭാഷ്യമില്ല. ആ അവസ്ഥയിലാണ് കാര്യം സംസാരിക്കുന്നത്. ഭാഷ്യത്തിലൂടെ നിങ്ങൾ ശ്രുതിയുടെ നിർണയം നടത്തിയിട്ടുണ്ട്. അത് സൂത്രത്തെ ഉപയോഗിച്ചിട്ട് ഭാഷ്യകാരൻ നിശ്ചയിക്കുകയും ഭാഷ്യകാരൻ പിന്നെ മന്ത്രത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്തപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷെ അത് വെച്ചിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. വെറും ശ്രുതിയിലൂടെ നിങ്ങൾക്ക് അവിടെ നിശ്ചയിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്താണ്. അവിടെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് സൂത്രം വന്നത്. ഭാഷ്യകാരൻ പിന്നെ ഇതിനെയൊക്കെ ഒന്നിച്ച് നിരൂപണം നടത്തി എന്നുള്ള കാര്യം വേറെ. അത്രയും മാത്രമല്ല, ചില സ്ഥലത്ത് ശ്രുതിയിൽ കണ്ടതിൽ നിന്നും ഭിന്നമായിരിക്കുന്ന അന്വയം കാണാം. നമ്മുടെ ഈശാവാസ്യത്തിൽ കാണായിരുന്നു, വിദ്യാഞ്ച അവിദ്യാഞ്ച എന്നുള്ള സ്ഥലത്ത് വിദ്യാശബ്ദത്തിന് എന്താർത്ഥം? ഉപാസന. നിങ്ങൾക്ക് ഇത് കുറച്ചു കഴിഞ്ഞാൽ വിദ്യാശബ്ദത്തിന് ജ്ഞാനമെന്നും അവിദ്യക്ക് കർമ്മോപാസന എന്ന് രണ്ടർത്ഥം എടുത്തു കളയും. അപ്പൊ കർമ്മോപാസനകൾ ജ്ഞാനത്തിന് കാരണമാണോ? ആണ്. സർവാപേക്ഷ യജ്ഞാശ്രുതന്യായത്തിനനുസരിച്ച്. കണ്ടോ? തെറ്റുന്ന കണ്ടോ? എത്ര ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ കഴിഞ്ഞ സ്ഥിതി തന്നെ പോയിരുന്ന് കളയും. ശ്രദ്ധിച്ചോളണം. ഇതെന്താണ് വിഷയം? ജ്ഞാനം കൊടുക്കാൻ വേണ്ടിയിട്ട്, ജ്ഞാനത്തിനായിട്ട് കർമ്മം ആവശ്യമാണെങ്കിലും അതായത് ജ്ഞാനത്തിന്റെ ഉത്പത്തിക്ക് കർമ്മ ഉപാസനകൾ ആവശ്യം ആണെങ്കിലും ജ്ഞാനത്തിന്റെ ഫലത്തിനായിട്ട് കർമ്മ ഉപാസനകളുടെ ആവശ്യമില്ല. നിങ്ങൾ ആദ്യമേ തയ്യാറായിട്ടുണ്ട്. ജ്ഞാനം ജ്ഞാനം ജ്ഞാനം, കർമ്മമല്ല കാരണം. കർമ്മം മുക്തിക്ക് കാരണമല്ലെന്നേ ഉള്ളൂ, ജ്ഞാനത്തിന് കാരണമാണ്. വേറെ ഒന്നുകൂടി, കർമ്മം കൊണ്ട് മാത്രം ജ്ഞാനം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ല താനും. അതും മനസ്സിലാക്കുക. പ്രമാണം കൊണ്ട് മാത്രമേ പ്രമേയം ഉത്പന്നമാകത്തുള്ളൂ. അപ്പൊ ജ്ഞാനത്തിന് കാരണമാണ് പ്രമാണം. ആ പ്രമാണം കൊണ്ട് ജ്ഞാനം ഉത്പന്നമാവണമെങ്കിൽ അന്ധകരണ ശുദ്ധി വേണം. ഈ അന്ധകരണ ശുദ്ധിക്ക് കാരണമാണ് കർമ്മം എന്നിരിക്കെ പരമ്പരയ ജ്ഞാന കാരണമായതിനാൽ ജ്ഞാനത്തിന്റെ കാരണത്വം കർമ്മത്തിൽ വെച്ചു കൊടുക്കുന്നത് മാത്രം. താസാം അധികാര്യാദി ശ്രുതിനാം, അധികാരി വിഷയ സംബന്ധനങ്ങളെ പറയുന്ന ആ ശ്രുതികൾക്ക് സ്വാർത്ഥെ പറയപ്പെട്ടിരിക്കുന്ന ശ്രുതിയാൽ പറയപ്പെട്ടിരിക്കുന്ന അർത്ഥത്തിൽ താത്പര്യ നിർണായക ന്യായസൂത്രഭാവേ, അതിന്റെ താത്പര്യത്തെ നിർണയിക്കുന്ന ന്യായസൂത്രം ഇല്ല എങ്കിൽ, ന്യായസൂത്രത്തിലൂടെയാണ് അവസാനം നിശ്ചയിച്ചു വെക്കുന്നത്. ഇങ്ങനെ ഒരു സൂത്രം ഇല്ല എങ്കിൽ എന്ത് പറ്റും? അപ്പൊ സംശയം വരാം. എവിടെ സംശയം? കിം വിവേകാദി വിശേഷണ വാനധികാരി ഉത അന്യ. ഉത എന്ന് പറഞ്ഞ അഥവാ എന്നർത്ഥം. അധികാരി ആരാണ്? വിവേക വൈരാഗ്യ സാധന സമാധിഷ്ക സമ്പത്തി മുമുക്ഷുത്വം എന്നിങ്ങനെയുള്ള 4 സാധനങ്ങളോട് കൂടിയവനാണോ ഇവിടുത്തെ അധികാരി? അതല്ല ആരുമാകാമോ? അതായത് ഗൃഹസ്ഥനും ഇവിടെ അധികാരി ആണോ എന്നൊരു ചോദ്യം. എന്തുകൊണ്ടാ? നമ്മൾ പറയുന്നുണ്ട്, എപ്രകാരം ശ്രവണമരണം നിധ്യാസനം ജ്ഞാനത്തിന്റെ അന്തരംഗ സാധനമാണോ, തൊട്ടടുത്തിരിക്കുന്ന കാരണമാണോ, ഇതേപോലെ സന്യാസവും തൊട്ടടുത്തിരിക്കുന്ന കാരണമാകുന്നു. ഇവിടത്തെ സന്യാസം എന്നുള്ളത് കൊണ്ട് സർവസംഘ പരിത്യാഗമാണ് ഉദ്ദേശിച്ചത്. അവിടെ തന്നെ 2 വിധമാവും. കാരണം പഠിക്കാൻ വേണ്ടി നമ്മൾ സന്യസിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇടത്ത് ഇരുന്നിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവിടെയും പഴയ കാലത്ത് നോക്കുന്ന സമയത്ത് പ്രശ്നം പറഞ്ഞാൽ ഗുരുകുലത്തിൽ വ്യവഹാരം, ഗുരുകുലത്തിൽ നിൽക്കാൻ പറ്റും. അവിടുന്ന് ഭിക്ഷാടനം മാത്രം പോയാൽ മതി, ബാക്കി പഠിച്ചെടുക്കാം. ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. ഭിക്ഷാടനത്തിന് പോയാൽ ഇതൊരു സിസ്റ്റത്തിൽ നിൽക്കാൻ കാലത്തിന്റെ ഒരു ഭേദമുണ്ട്. അപ്പോൾ ആശ്രമം കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് ബാക്കി കാര്യം നോക്കാതെ അവിടെ സെറ്റാക്കില്ല. പക്ഷെ ഒരു കാര്യം, അങ്ങനെ നിന്ന് കാര്യം മനസ്സിലാക്കി അവൻ അപരോക്ഷമാക്കണമെങ്കിൽ, ഉണ്ടായിരിക്കുന്ന ബ്രഹ്മാകാര വൃത്തി അപരോക്ഷമാക്കണമെങ്കിൽ
പിന്നെ ഈ എക്സ്ക്യൂസും പറഞ്ഞു നിൽക്കാൻ പാടില്ല. അവിടെ സർവസംഘ പരിത്യാഗം. എന്തിനാ? മറ്റു കർമ്മങ്ങളൊന്നും ഇല്ല എങ്കിൽ നിരന്തരം ബ്രഹ്മാകാര വൃത്തി പ്രവർത്തിക്കാം. ഇനി ഗുരുകുലത്തിൽ നിൽക്കുമ്പോൾ പോലും, ഇതിന് അധ്യയനത്തിനായിട്ട് നിൽക്കുമ്പോൾ പോലും എന്താ നിങ്ങൾക്ക് ബ്രഹ്മാകാര വൃത്തി നിലനിർത്താൻ പറ്റത്തില്ലേ? പറ്റും. അവിടെ സന്യാസം കാരണമാണെന്ന് പറഞ്ഞാല്, സന്യാസം ഇല്ല എങ്കിൽ അവൻ ഏതെങ്കിലും ഒരു ആശ്രമത്തിലുണ്ടാവുക. ഏതാശ്രമം? ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, ബ്രഹ്മചര്യം. അവിടെ അവന് കർമ്മങ്ങളുണ്ട്. ആ കർമ്മം നിരന്തര ബ്രഹ്മാകാര വൃത്തിക്ക് വിഘാതകനാണ് എന്നുള്ളതിനാലാണ് സന്യാസം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സന്യാസിയുടെ കർത്തവ്യം എന്തായിരിക്കും? ശ്രവണ മരണ നിധിധ്യാസനായിരിക്കും. അല്ലാതെ എന്തല്ല, മാനവ സേവയല്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് മാനവസേവ മാധവസേവ എന്നുള്ളത് ഈ പ്രസ്ഥാനത്തോട് ചെയ്തിരിക്കുന്ന മഹാചതിയാണ്. നിങ്ങളോ പഠിക്കത്തില്ല, നാട്ടുകാർ പഠിക്കാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ ആശ്രമക്കാർക്ക് മറ്റുള്ള നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്ന പറയുന്നത്. പക്ഷെ നിങ്ങളെക്കാട്ടും സൗകര്യം ഞങ്ങൾക്ക് വേണം, എങ്കിലും മാത്രമേ പറ്റൂ. അല്ലേ? പറച്ചിൽ അങ്ങനെയല്ലേ? നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ നോക്കുന്നുണ്ടോ? ശോ. അപ്പൊ ചോദിക്കുകയാണ്, വിവേകാദി വിശേഷണവാനാണോ അല്ല മറ്റാരുകളാണോ അധികാരി? ഒന്ന്, കിം വേദാന്താഹ പൂർവതന്ത്രേണ ഗതാർത്ഥാഹ സോറി അഗതാർത്ഥ വാ ഗതഃ അർത്ഥോ യസ്യ വാ യേഷാം വാ. നഷ്ടപ്പെട്ടിരിക്കുന്ന അർത്ഥം ഏതെന്നതാണോ അതാണ് ഗതാർത്ഥങ്ങൾ. അതായത് നമ്മളൊരാളൊരു കാര്യം പറയാണ്, അത് നമ്മൾക്ക് ആദ്യമേ അറിയാമെങ്കിൽ പിന്നെ നമ്മൾക്ക് കേൾക്കാൻ നിൽക്കത്തില്ല. ആ ശരി എന്ന് പറയും, ഒഴിവാക്കി വിടും. അല്ലേ? അപ്പൊ ഇവിടെ ഇപ്പോൾ പൂർവതന്ത്രം ഉത്തരതന്ത്രം. തന്ത്രം എന്ന് പറഞ്ഞാല് ശാസ്ത്രം എന്നർത്ഥം. ശരിക്കും തന്ത്രശാസ്ത്രത്തിൽ എന്ന് പറയാൻ എന്തർത്ഥം? ശാസ്ത്രശാസ്ത്രം എന്നർത്ഥം കിട്ടുക. ശാസ്ത്രാധീനം കിട്ടൂലേ? അത് മാറ്റി വെക്കാം നമുക്ക്. ശരി. അതായത് തന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ശാസ്ത്രം എന്നർത്ഥമുണ്ട്. അപ്പൊ പൂർവതന്ത്രേണ എന്ന് പറഞ്ഞാല് പൂർവ്വശാസ്ത്രമായിരിക്കുന്ന പൂർവ്വമീമാംസയാൽ എന്നർത്ഥം കിട്ടും. ഉത്തരതന്ത്ര വേദാന്തം. പൂർവതന്ത്രേണ ഗതാർത്ഥാഹ. അതായത് നിങ്ങളുടെ ഈ ഉത്തരമീമാംസ എന്നുള്ള ബ്രഹ്മസൂത്രം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ജൈമിനീയ സൂത്രങ്ങളിലൂടെ അഥാതോ, അവിടെയും തുടങ്ങുക എങ്ങനെയാണ്? അഥാതോ അനന്തരം എന്നാ. പക്ഷെ അവിടുത്തെ അനന്തരവും ഇവിടുത്തെ അനന്തരവും തമ്മിൽ അന്തരമുണ്ട്. അവിടുത്തെ അനന്തരവും ഇവിടുത്തെ അനന്തരവും തമ്മിൽ അന്തരമുണ്ട്. നിറ ഭേദമുണ്ട്. അവിടെ അനന്തരം എന്ന് ഉദ്ദേശിച്ചത് ഗുരുകുലത്തിൽ പോയി ഗുരുച്ചാരണ അനന്തരം ഉച്ചാരണം നടത്തി വേദത്തെ ചൊല്ലാൻ പഠിച്ച ശേഷം എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ സാധന സദൃശ സമ്പത്തി അനന്തരം അവിടെ അർത്ഥമില്ല. അവിടെ ആവശ്യമില്ല അതിന്. അതുകൊണ്ട് എന്ത് തുടങ്ങാൻ പോവുക? മീമാംസ നടത്താൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ പൂജിത വിചാരം നടത്താൻ പോവുകയാണ്. ഏതിനെ സംബന്ധിച്ച്? കർമ്മത്തെ സംബന്ധിച്ച്, കർമ്മം ചെയ്യേണ്ട വിധാനത്തെ സംബന്ധിച്ച് ചർച്ച നടത്താൻ പോവുകയാണ്. അത് നടത്താതെ സമാവർത്തനം ചെയ്യാൻ പാടില്ല എന്നാണ് വിധി. അതായത് സ്വാധ്യായ അധ്യേതവ്യ എന്നുള്ള ശ്രുതി തന്നെ എന്താ പറയുന്നത്? കേവല അംഗത്തോടുകൂടി ശാസ്ത്രം പഠിച്ചു പോവുക എന്നല്ല, പൂർവമീമാംസ സൂത്രത്തിലൂടെ ആ മന്ത്രങ്ങളെ നിശ്ചയിച്ച ശേഷം മാത്രമേ സമാവർത്തനം ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഇതെല്ലാം എന്തില്ലേ ചെയ്യുന്ന സമാവർത്തനം പേരിന് ചെയ്യും. എന്ത് സാധനം ചെയ്യുന്നു? പഠിച്ചിട്ട് വേണ്ട സമാവർത്തനം. പൂർവതന്ത്രേണ ഗതാർത്ഥാഹ. അതായത് ഇവിടെ കുറച്ചുള്ളെങ്കിൽ മറ്റു പല സ്ഥലത്ത് ഇനിയും ചർച്ച വരും. ഇവിടെ പറഞ്ഞതെല്ലാം തന്നെ, അതായത് ശ്രുതിയല്ലേ നിങ്ങൾ കൊണ്ടുവരുന്നത്? അതെ, എല്ലാ ശ്രുതികളും പൂർവതന്ത്രത്തിൽ നിശ്ചയിച്ചു കഴിഞ്ഞതല്ലേ. ആയതുകൊണ്ട് ഉത്തരതന്ത്രത്തിന്റെ രചന ആവശ്യമില്ല. അതായത് ഇതാരല്ല സംസാരിക്കുന്നത്? ജൈമിനി എന്നല്ല സംസാരിക്കുന്നത്. ജൈമിനിയുടെ സൂത്രം, ജൈമിനി ആരുടെ ശിഷ്യനാ? വ്യാസന്റെ ശിഷ്യനാണ് ജൈമിനി. ജൈമിനി നോക്കണം, ആ ഒരു ഹൈറാർക്കി നോക്കിക്കോ. പൂർവതന്ത്രത്തെക്കുറിച്ച് ശിഷ്യൻ എഴുതി വെച്ചു. ശിഷ്യൻ അറിയാത്തതല്ല ഉത്തരതന്ത്രം. പക്ഷേ പൂർവതന്ത്രം മാത്രമേ അവിടെ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഉത്തരതന്ത്രത്തെക്കുറിച്ച് ഒന്നുമില്ല അവിടെ. അതായത് നിങ്ങളുടെ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവ ആത്മാവിനെ കുറിച്ച് പൂർവതന്ത്രത്തിൽ ചർച്ചയേ ഇല്ല. അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അന്നപ്പോഴാണ് നിങ്ങൾക്ക് ഇനി ഡീറ്റെയിൽ വരത്തുള്ളൂ. സ്വാധ്യായോ അധ്യേതവ്യ എന്നുള്ള വിധിക്കനുസരിച്ച് പഠിക്കേണ്ട സാധനം മാത്രമേ അവിടെ ആവശ്യമുള്ളായിരുന്നു. ഇവിടെ വേറെ വിധിയാണിത്. അത് വിജ്ഞാനാർത്ഥം ഗുരുമേവ അഭിഗച്ഛ ശ്രോത്രം ബ്രഹ്മനിഷ്ഠം എന്ന് വേറെ വിധിയുണ്ട്. അതിവിടെ സംസാരിച്ചിട്ടില്ല. ഇവിടെ സൂത്രത്തിനനുസരിച്ച് സംസാരിച്ചിട്ടുള്ളൂ. സൂത്രത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം. സൂത്രം ശ്രവണത്തെ വിധാനം നടത്തിയത് കൊണ്ട് ശ്രവണത്തെ മാത്രം എടുത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ശ്രവണം നടത്താനുള്ള അധികാരി ആരായിരുന്നു? അവിടുത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ठीक है, സാധന ചതുർഷ സമ്പന്നനായിരിക്കുന്ന അധികാരി. ഈ അധികാരിക്ക് വേണ്ടിയാണ് സൂത്രം തുടങ്ങുന്നത്. അന്നപ്പോൾ ഈ അധികാരിയല്ല അവിടുത്തെ അധികാരി. എവിടുത്തെ?
പൂർവതന്ത്രത്തിലെ അധികാരി. ആ പൂർവതന്ത്രത്തിലെ അധികാരിക്ക് വിധി വേറെ തന്നെ വരുന്നുണ്ട്. ശ്രവണത്തിൽ വിധി വേറെ, ശ്രവണ വിധി അല്ലാതെ ഗുരുപസക്തി വിധി എന്ന് പറഞ്ഞിട്ട് വേറൊരു വിധി വരും. അവിടെയാണ് ഗുരുവിന്റെ അടുത്തേക്ക് പോയിട്ട്, അതെങ്ങനെ സമിത്പാണി ശ്രോത്രം ബ്രഹ്മനിഷ്ഠം, അവിടെ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ഗുരുവിന്റെ അടുത്തേക്കാണ് പോകേണ്ടത്. ആദ്യകാലത്തെ സ്വാധ്യായ അധ്യയനം എന്നുള്ള വിധിക്കനുസരിച്ച് കർമ്മകാണ്ഡം പഠിപ്പിക്കുന്ന ഗുരുവിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇത് സാമാന്യമാണ്. ഇതിൽ നിന്നും വ്യതിരിക്തമായിട്ട് ആരാണോ വിരക്തൻ, സാധനാശ്രേഷ്ഠ സമ്പന്നൻ, അങ്ങനെ ഇരിക്കുന്ന അധികാരിക്കായിട്ടാണ് അടുത്ത വിധി വരുന്നത്. തദ്വിജ്ഞാനാർത്ഥം ഗുരുമേവ അഭിഗച്ഛേത്. ഇങ്ങനെ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇത് ബ്രഹ്മാകാര വൃത്തിക്കാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സോക്കോൾഡ് ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല എന്ന് പറയാൻ കാരണം, ശാസ്ത്രവിധിക്കനുസരിച്ച് തദ്വിജ്ഞാനാർത്ഥം ബ്രഹ്മജ്ഞാനത്തിനായിട്ട് ഗുരും ഏവ അഭിഗച്ഛേത്, ഗുരുവിന്റെ അടുത്തേക്ക് തന്നെ പോകണം. അന്നപ്പോഴായിരിക്കും നമ്മളെ പോസ്റ്റർ ബോയ്സ് ആൻഡ് ഗേൾസിൽ വരുന്നത്. ठीक എന്ത് ബ്രഹ്മാണ്ഡ ഗുരു, ലൗകിക ഗുരു എല്ലാവിടെയും നിറഞ്ഞു നിൽക്കുമല്ലോ. ഇതല്ല, ഗുരു ഒരിക്കലും പോസ്റ്റർ ഒട്ടിച്ചിട്ട് വരൂ മക്കളെ എന്ന് പറഞ്ഞ് ഇറങ്ങത്തില്ല. നിങ്ങള് ഈ ചാന്തോക്യത്തില് രൈക്വന്റെ പ്രസംഗം വരുന്നേരം ചോദിക്കുന്നുണ്ട് എവിടെയാ, അപ്പം പറയും ജ്ഞാനികളിരിക്കുന്ന നദീ പുളിനാദികളിൽ ചെന്ന് അന്വേഷിക്കുന്ന പറയും. എന്ന് പറഞ്ഞാലും മാർക്കറ്റിലേക്ക് വന്നിട്ട് വിൽക്കാൻ വേണ്ടി നിന്നേരത്തില്ലെന്നർത്ഥം. അവിടെയാണ് നമ്മുടെ ശാസ്ത്രം പഠിച്ചാല് ഉള്ളൊരു ഗുണം. ഏത്, എന്താണ് സംഭവിക്കുന്നെങ്കിലും മനസ്സിലാവും. ഇതില്ലെങ്കിൽ ഇവർ ഇഞ്ചക്ട് ചെയ്ത് വിട്ട സാധനം മാത്രം, ഇഞ്ചക്ട് ചെയ്ത കുറെ ശിഷ്യന്മാരുണ്ടാവും, അവര് പ്രൊപ്പഗണ്ട കാണിക്കും. അതിൽ മയങ്ങി വീഴുന്ന ജനത്തിന് അറിയത്തില്ലല്ലോ എന്താ സംഭവിക്കുന്നത്. ശങ്കരാചാര്യ ജഗദ്ഗുരു എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ജഗദ്ഗുരു എന്ന് വിളിക്കുന്നത് ശങ്കരാചാര്യരുടെ ജഗദ്ഗുരു എന്ന് വിളിക്കുന്നവരെ ശങ്കരാചാര്യ നിന്നുകൊടുത്തിട്ടാണ് ജഗദ്ഗുരു എന്ന് വിളിച്ചത്. ഞാനാണ് ജഗദ്ഗുരു. ഇല്ല, നമ്മള് ശങ്കരാചാര്യ ആദ്യ ജഗദ്ഗുരു എന്നൊക്കെ പറഞ്ഞ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദ്വാൻമാർക്ക് സമ്മതമല്ല അങ്ങേര് ഈ നാല് മഠം ഉണ്ടാക്കിയത്. സർവസംഘ പരിത്യാഗി എവിടെ മഠം ഉണ്ടാക്കാൻ പോകുന്നത്? അങ്ങേരുടെ പേരിലുണ്ടാക്കി. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഹൈജാക്ക് ചെയ്ത സിസ്റ്റം ആണെന്നുള്ളത്. കാരണം ഈ ശാങ്കര പരമ്പരയിൽ ദണ്ടില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് ദണ്ട് കിട്ടി? സിമ്പിൾ ചോദ്യം. ശാങ്കര പരമ്പരയിൽ ദണ്ടില്ല, നിങ്ങൾക്ക് എവിടെ നിന്ന് ദണ്ട് കിട്ടി? ദണ്ടുണ്ടായിരുന്നെങ്കിൽ സകല സന്യാസിമാരെ കയ്യിലും ദണ്ടുണ്ടാവണ്ടേ? ശിഖാസൂത്ര പരിത്യാഗി എന്ന് പറഞ്ഞിട്ട് സൂത്രം എടുത്തിട്ട് വടി കെട്ടി നടക്കലാണോ സന്യാസം? ഇന്നും ദണ്ഡിസ്വാമിമാര് പലരും ദണ്ഡം ഉപേക്ഷിക്കുന്നുണ്ട്. കാര്യം അറിഞ്ഞാൽ ഒരാളെന്നല്ല, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇതിൽ. ബോധവും വിവരം വെച്ചാൽ ഉപേക്ഷിക്കും. ഇനി സന്യാസിക്ക് ആരാ സന്യാസം കൊടുക്കുക? ദീക്ഷ ഗൃഹസ്ഥനാണോ? അല്ലല്ലോ. പക്ഷെ കേരള സിസ്റ്റത്തിൽ ഗൃഹസ്ഥനല്ലേ കൊടുക്കുന്നത്. പിന്നെ അതിനെന്ത് സന്യാസം എന്ന് പറയും? മറ്റുള്ളവർ അറിയാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നല്ലാതെ പിടിച്ചു വെച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് കേസാതൊക്കെ. സന്യാസി മഹാവാക്യം മാത്രമല്ലേ ഉപേക്ഷിക്കുന്നത്, ഉപദേശിക്കുന്നത് മഹാവാക്യല്ലേ? അതെ, മഹാവാക്യം മാത്രമല്ല, അതിൽ കുറെ കർമ്മകാണ്ഡ ചടങ്ങുണ്ട്. ഗുരു തന്നെയാണ് ഈ എന്താണ് വടിയും വസ്ത്രവും എല്ലാം ഗംഗയിൽ കളഞ്ഞ്, ഏതെങ്കിലും ജലത്തിൽ കളഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഉപദേശിക്കുന്ന ആരാ? വസ്ത്രം കൊടുക്കുന്ന ആരാ? സന്യാസി. ഉപദേശിക്കുന്ന ആരാ? സന്യാസി. മന്ത്രോപദേശം സന്യാസി. മന്ത്രോപദേശത്തിന് ശേഷമുള്ള ഉപദേശമുണ്ട്, അതും സന്യാസി. ഇത് സന്യാസിയുടെ പരമ്പരയിൽ സന്യാസി മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ഈ കർമ്മകാണ്ഡ സ്ഥലത്ത്, അതായത് അവസാന സ്ഥലത്ത് വേറെ ആളെ ബ്രഹ്മചാരിയെ പോലും പ്രവേശിപ്പിക്കത്തില്ലല്ലോ. എന്നിട്ടല്ലേ സന്യാസി, എന്നിട്ടല്ലേ ഗൃഹസ്ഥൻ. അവര് ഇതിന്റെ എന്താണ് പരമ്പര അറിയുന്ന ആൾക്കാർ ബ്രഹ്മചാരിക്ക് പോലും പെർമിഷൻ കൊടുക്കത്തില്ല, വരാൻ സമ്മതിക്കത്തില്ല. അവിടെ സന്യാസിമാരുണ്ടാവും. വേറെ ആളുടെ സന്യാസി അതായത് കർമ്മകാണ്ഡ സ്ഥലത്ത് ഞാനായിരുന്നു പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളാശ്രമമുണ്ട് ഋഷികേശിലും, അവിടത്തെ വേറെന്താണ് ഏരിയാന്ന് പറഞ്ഞത്, അങ്ങേരുടെ കാര്യത്തിൽ ഞാനായിരുന്നു. എന്റെ കാര്യത്തില് കർമ്മകാണ്ഡ സ്ഥലത്ത് എന്ന് പറഞ്ഞാല് ആ ഹവന സ്ഥലത്ത് നിൽക്കുന്നില്ല, അത് ബാക്കി സ്ഥലത്ത് ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ക്രോഡീകരിച്ച് വെച്ചതാണ് സന്യാസിയുടെ അഹങ്കാരം. അതായത് നിങ്ങളൊന്ന് അക്കാഡ സിസ്റ്റത്തിലേക്ക് ഒന്ന് കയറി നോക്കുകയും ഗൃഹസ്ഥനുണ്ട് മാറി നിക്കടാന്നൊക്കെ ഭയങ്കര അഹങ്കാരത്തിൽ കാണിക്കും. ഒന്ന് കേറ്, അന്നേരം അറിയാം. അട്ടുക്കാ സമ്മതിക്കത്തില്ല. നമ്മളൊക്കെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ആരെന്ത് ചെയ്തു പറഞ്ഞ് നിൽക്കുന്നതാണ്.
ഇങ്ങനെ നല്ല വ്യവഹാരം. സന്യാസിമാർ തന്നെ കേരളത്തിൽ പലരും അടുക്കാൻ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. അതിന്റെ ആവശ്യമില്ല. എന്നാൽ ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് താനും. എവിടെയെങ്കിലും ചാൻസ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ ഇത്രയൊക്കെ ചാൻസ് കൊടുത്താലും കൂടുതൽ കളിച്ച് അടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കോലും ഇല്ല. അടി കൊണ്ടവൻ. കിം മുക്തി സ്വർഗാധിപത് ലോകാന്തരം. അടുത്ത ചോദ്യമാണ്. ഈ മുക്തിയെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ അത് സ്വർഗം പോലെ വേറെതെങ്കിലും ലോകമാണോ? ബ്രഹ്മലോകം എന്ന് പറയാറില്ലേ? ഈ ശബ്ദത്തിന് രണ്ടർത്ഥമുണ്ട്. ബ്രഹ്മാവിന്റെ ലോകത്തെ ബ്രഹ്മലോകം എന്ന് പറയാം, ബ്രഹ്മൈവ ലോകം ബ്രഹ്മലോകം എന്നും പറയാം. ബ്രഹ്മൈവ ലോകം എന്ന് പറയുന്നത് സ്വരൂപാത്മകമായ ലോകമാണ്. അത് കൈവല്യമാണ്. ഹിരണ്യഗർഭ ലോകത്തെ പറഞ്ഞാൽ അത് കൈവല്യ സ്വരൂപമല്ല. അപ്പൊ മുക്തി സ്വർഗാദികളെ പോലെ ലോകാന്തരമാണോ അല്ലയോ എന്ന് സംശയം വരാം. ആത്മസ്വരൂപ വ ഇതി സംശയ അനുവൃത്തേ. മുക്തി ആത്മസ്വരൂപമാണോ അല്ലയോ എന്നുള്ള സംശയത്തിന് നിവൃത്തി ഉണ്ടാവത്തില്ല എപ്പോൾ? സൂത്രമില്ല എങ്കിൽ. അപ്പോൾ ആ ഒരു നിശ്ചയം നടത്താനായിട്ടാണ് സൂത്രം വന്നിരിക്കുന്നത്. തസ്മാത് ആഗമവാക്യേര് ആപാതതഃ പ്രതിപന്ന അധികാര്യാദി നിർണയാർത്ഥം ഇതം സൂത്രം ആവശ്യകം. അതുകൊണ്ട് ആഗമവാക്യങ്ങളാൽ ആപാതതഃ പ്രതിപന്നം, ആപാതതഃ പ്രതിപന്നം എന്ന് പറഞ്ഞാൽ വിചാരമില്ലാതെ ഉണ്ടായിരിക്കുന്ന ജ്ഞാനം, കൂടുതൽ വിചാരം ചെയ്യാതെ സാമാന്യമായിട്ടുണ്ടായിരിക്കുന്ന ജ്ഞാനം, അവിടെ അധികാര്യാദി നിർണയാർത്ഥം ഏതിനെക്കുറിച്ചുള്ള സാമാന്യ ജ്ഞാനമാ? അധികാരി വിഷയ സംബന്ധ പ്രയോജനം. ആ ജ്ഞാനത്തിന്റെ നിർണയത്തിനായിട്ട് സൂത്രാവശ്യമുണ്ട്, സൂത്രം ആവശ്യകം. തദുക്തം പ്രകാശാത്മ ശ്രീ ചരണൈഹി. ഈ കാര്യത്തില് വിവരണത്തിന്റെ കർത്താവായിരിക്കുന്ന പ്രകാശാത്മയതി പറയുകയാണ്. വിവരണം ടീക്കയാണ്. ഏതിന്റെ? പഞ്ചപാദികയുടെ. പഞ്ചപാദിക ടീക്കയാണ്. ഏതിന്റെ? ബ്രഹ്മസൂത്രത്തിന്റെ. ബ്രഹ്മസൂത്രത്തിലെ ആദ്യത്തെ 4 സൂത്ര വ്യാഖ്യാനമാണ് പഞ്ചപാദിക, പത്മപാദാചാര്യരുടേത്. അതിന് പൊക്കത്തുള്ള ടീക്കയാണ് വിവരണം. പിന്നെ ഈ വിവരണം പ്രത്യേകം രീതിയിൽ ഓടാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ പഞ്ചപാദികയേക്കാൾ പ്രസിദ്ധമായ വിവരണം. ഈ വിവരണകാരനെയും ചില സ്ഥലത്ത് ടീക്കാകാരൻ എന്ന് പറയാറുണ്ട്. മിക്കവാറും ടീക്കാകാരൻ എന്ന് പറഞ്ഞാൽ വാചസ്പതിയാണ് വിളിക്കുന്നത്. കാരണം 5 ദർശനങ്ങൾക്കും ടീക്ക എഴുതിയത് കൊണ്ട് ടീക്കാകാര ശബ്ദത്താൽ അങ്ങനെ വരും. പക്ഷെ ചില സ്ഥലത്ത് ഹയർ ടെക്സ്റ്റില് ഈ വിവരണകാരനെ ടീക്ക എന്ന് പറയും. കാരണം അത് പഞ്ചപാദികയുടെ ടീക്കയാണ്. പിന്നെയാണ് ഇങ്ങനെ 3 മതങ്ങൾ സ്കൂൾ ഓഫ് വിവരണ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് വാചസ്പതിയുടെ അവച്ഛേദവാദം വരുന്നേരം വാചസ്പതി മതം എന്ന് പറഞ്ഞ മതമായി മാറുന്നത്. പല വാദങ്ങളുണ്ട് അവിടെ. കുറച്ച് വ്യത്യാസപ്പെടും, കുറച്ച് നല്ല വ്യത്യാസമുണ്ട്. പിന്നെന്താണ്? വാർത്തകാരന്റെ വേറെ മതം കിടക്കുന്നുണ്ട്, വാർത്തക മതാനുസാരം എന്നും പറഞ്ഞിട്ട്. ആഭാസവാദങ്ങളൊക്കെ വാർത്തകാരൻ്റെതാണ്. ഇവിടെ തന്നെ ആഭാസവാദം, പ്രതിബിംബവാദം, അവച്ഛേദവാദം എന്ന് പറഞ്ഞാല് 3 പേരുടേതായി. ബിംബപ്രതിബിംബവാദവുമാണ് വിവരണകാര മതാനുസാരം. അതായത് ജീവന്റെ സ്വരൂപം എന്താന്നുള്ള കാര്യത്തില് ആഭാസവാദത്തെ ആശ്രയിച്ചും കൊണ്ട് സുരേശ്വരാചാര്യ സംസാരിക്കും. പിന്നെ അവച്ഛേദവാദത്തെ ആശ്രയിച്ചും കൊണ്ട് വാചസ്പതി സംസാരിക്കും. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇനി മറ്റു പല സ്ഥലത്തും കാണാം. ഇവിടെ ഇരിക്കുന്ന വിവരണ മതത്തിനനുസരിച്ച് പറയാണ്, അധികാര്യാദീനാം ആഗമികത്വേപി ന്യായേന നിർണയാർത്ഥം ഇതം സൂത്രം ഇതി. അങ്ങയുടെ പങ്ക്തി നേരിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. അധികാരി സംബന്ധ വിഷയ പ്രയോജനം. ഇതെല്ലാം ആഗമികമാണെങ്കിൽ പോലും, ആഗമത്തിൽ ശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ന്യായേന നിർണയം നടത്താൻ വേണ്ടിയാണ് ഈ സൂത്രം വന്നിരിക്കുന്നത്. കാരണം ബ്രഹ്മസൂത്രത്തിന്റെ ടീക്കയാണല്ലോ വിവരണം. അപ്പൊ ആ സൂത്രത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്താണ്. ഇനി പറയാണ്, യേശാം മതേ ശ്രവണേ വിധിർ നാസ്തി. അതായത് ശ്രവണത്തിൽ വിധിയുണ്ട് എന്ന് വാചസ്പതി മാനിക്കുന്നില്ല. വിധിയില്ലാതെ തന്നെ പ്രവർത്തമാവാം എന്നുള്ള മതമാണ്. അവരെ സംബന്ധിച്ച് തേഷാം അവിഹിത ശ്രവണേ അധികാര്യാദി നിർണയ അനപേക്ഷണാണ്. ശ്രവണം വിഹിതമല്ലെങ്കിൽ പിന്നെ അധികാരി ആരാണ്, വിഷയം എന്താണെന്നുള്ള പ്രശ്നമേ ഉദിക്കുന്നില്ലല്ലോ. ശ്രവണവിധിയെ സംബന്ധിച്ചല്ലേ അധികാരി വിഷയ സംബന്ധ പ്രയോജനം അന്വേഷിക്കേണ്ടതുള്ളൂ. ശ്രവണത്തിൽ വിധി മാനിക്കുന്നില്ല എങ്കിൽ, കാരണം ശ്രവണം എന്ന് പറഞ്ഞാൽ തന്നെ വാചസ്പതിയുടെ മതാനുസാരം ശ്രവണജന്യ ജ്ഞാനമാണ്. ജ്ഞാനത്തിൽ വിധി വരാൻ പറ്റത്തില്ല. ജ്ഞാനം പുരുഷതന്ത്രമല്ല. വസ്തുതന്ത്രം ഭവേത് ജ്ഞാനം കർത്തൃതന്ത്രം ഉപാസന എന്ന് പറയും. വസ്തുവിന് അധീനമായിട്ടാണ് ജ്ഞാനം ഉത്പന്നമാവുന്നത്. അപ്പൊ വസ്തു എന്നുള്ളതിന് ടീക്കയിൽ പറയും പ്രമാണം വസ്തു, രണ്ടെണ്ണമാക്കി മാറ്റും. ഒന്ന് പ്രമാണവും ഒന്ന് വസ്തുവിനും. അല്ലെങ്കിലോ പ്രമാണമായിരിക്കുന്ന വസ്തു അതിന് അധീനമായിട്ടാണ് ജ്ഞാനം ഉത്പന്നമാവുന്നത്.
കണ്ണുണ്ടെങ്കിൽ രൂപാദികളെ കാണാം, മൂക്കുണ്ടെങ്കിൽ മണക്കാം. അതേപോലെ ശബ്ദപ്രമാണം ഉണ്ടെങ്കിൽ ബോധം ഉണ്ടാവും. ഇങ്ങനെയാണ് പ്രമാണത്തിൽ നിന്ന് പ്രമചരിക്കുന്നത്. വാസതന്ത്രം ഭവജ്ഞാനം, കർത്തൃതന്ത്രം ഉപാസനം. ഉപാസനം, ക്രിയ, ഇതൊക്കെ കർത്താവിന് അധീനമായിട്ടാണ്. അതെന്തുകൊണ്ടാ? പുരുഷന് അധീനമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ പുരുഷനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ജ്ഞാനം പുരുഷന് അധീനമായിട്ട് മാറത്തില്ല. കർമ്മം പുരുഷന് അധീനമായിട്ട് മാറും. പുരുഷന് വേണേ ചെയ്യാം, ചെയ്യാതിരിക്കാം, കുറച്ച് വ്യത്യസ്തമായിട്ടും ചെയ്യാം. ഉപാസന അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പുരുഷാധീനമായിട്ടിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലോ പുരുഷാധീനമാവത്തില്ല. നിങ്ങൾക്ക് മൂക്കുണ്ട്, മണമുണ്ടെങ്കിൽ നിങ്ങൾ മണത്തെ ഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. അവിടെ അതായത് കണ്ണുമായിട്ട് വസ്തുവിന്റെ സംബന്ധം നടന്ന ശേഷം നിങ്ങൾക്ക് ഇച്ഛിക്കാൻ പറ്റുമോ, അയ്യോ എനിക്ക് ജ്ഞാനം ഉണ്ടാവാതിരിക്കട്ടെ എന്ന്? നടക്കത്തില്ല. അതുകൊണ്ടാണ് പുരുഷന് അധീനമായിട്ടല്ല ജ്ഞാനോത്പന്നമാവെന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തിനനുസരിച്ചാണ് കാട് കയറി ചിന്തിക്കേണ്ടത്. അന്നപ്പോ എന്ത് പറ്റി? ഈ വേദാന്താനം അശേഷാണാം ആദിമധ്യാവസാനേഷു ബ്രഹ്മാത്മന്യവ താത്പര്യം ഇത് ധീ എന്ന് പറഞ്ഞ ജ്ഞാനം എന്നാ എന്നുള്ള ജ്ഞാനത്തെ ശ്രവണം എന്ന് എടുത്തു കഴിഞ്ഞാല് ജ്ഞാനം പുരുഷാധീനമല്ലാത്തതിനാൽ വിധി സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് വാചസ്പതി വിധി മാനിക്കാത്തത്. ആരുടെ മതത്തിലാണോ വിധി ഇല്ലാത്തത് അവിടെ എന്ത് പറ്റി? സൂത്രം വ്യർത്ഥം. സൂത്രം വ്യർത്ഥമായി പോകും. ठीक ഈ സൂത്രത്തിന്റെ ആവശ്യം വരുന്നില്ല. ആ പദ്ധതി, ഇങ്ങനൊരു സൂത്രം വ്യർത്ഥമാണ് എന്നുള്ള ആപത്തി വന്നു ചേരും. ഇത് അലം പ്രസംഗേന. ഈ ഒരു പ്രസംഗത്തെ കുറിച്ച് നാസ്തി ഫലം നമ്മൾ എടുക്കുന്നില്ല, വിട്ടുകളയാണ്. നോക്കണം, ഇപ്പം തന്നെ അങ്ങേരെ ഒന്ന് തോണ്ടി വെച്ചിട്ട് ആ പോടാന്നുള്ള കണ്ടീഷനിലാണ്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ കുറച്ച് പൊളിറ്റിക്സ് ഉണ്ട്. വാചസ്പതി ഗൃഹസ്ഥനാണ്. ठीक സുരേശ്വരാചാര്യ സന്യാസിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സന്യാസ മതമേ കൊണ്ടുവരത്തുള്ളൂ. ठीक ഒരു കണക്കിനും മറ്റുള്ള മതം വരത്തില്ല. ഇനി നിങ്ങൾ നോക്കിയോ, സുരേശ്വരാചാര്യരായിരുന്നു ശരിക്ക് എന്താ എഴുതേണ്ടിയിരുന്നത്? പഞ്ചപാതിക എഴുതേണ്ടിയിരുന്നത്. ഭാഷകാരൻ സുരേശ്വരാചാര്യരുടെ പറയുന്നത്. പക്ഷെ പിള്ളേർ കയറി പൊളിറ്റിക്സ് കളിച്ചിട്ട് എന്താ പറയുന്നത്? അങ്ങേര് പണ്ട് ഓർമ്മയുണ്ടോ, ഇങ്ങേരുടെ പേര് പണ്ടേ വെട്ടിയിട്ടില്ല, ആധാർ കാർഡില് മണ്ഡന മിശ്രൻ എന്നാ പേരുള്ളത്. ഇങ്ങേര് പണ്ടൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ठीक ഇങ്ങേര് പക്കാ കർമ്മകാണ്ഡിയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ബ്രഹ്മകാന്ഡം എഴുതിയാൽ ശരിയാവൂല എന്ന് പറഞ്ഞ പൊളിറ്റിക്സ് കളിച്ചിട്ടാണ് എല്ലാം കൂടി ആർക്ക് കിട്ടുന്നത്? പത്മപാദർ കിട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആ പരമ്പര ഇതുവരെ വിട്ടുന്നത് കൊടുത്തിട്ടില്ല. യേഷാം മതേ ശ്രവണേ വിധിർനാസ്തി. അത് കഴിഞ്ഞല്ലോ അല്ലെ? തഥാച അസ്യ സൂത്രസ്യ ശ്രവണവിധി അപേക്ഷിത അധികാര്യാദി ശ്രുതിഭിഹി സ്വാർത്ഥ നിർണയായ ഉത്ഥാപിതത്വാത് ഹേതു ഹേതമദ്ഭാവ ശ്രുതി സംഗതി. ഇനി നമ്മൾ സംഗതി പറയാണ്. സംഗതി എന്ന് പറയുന്ന അർത്ഥം സംബന്ധം. സപ്രസംഗ ഉപോദ്ഘാതോ ഏതാവസ്ഥരസ്ഥത നിർവാഹൈക്യം കാര്യൈക്യം ഷോഡാസംഗതിരിഷ്യതേ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തർക്കസംഗ്രഹത്തിന് ടീക്കയിലുണ്ട്, ന്യായസിദ്ധാന്ത മുക്താവലിയിലുണ്ട്. ठीक 6 വിധത്തിലെ സംബന്ധം പറയും. സപ്രസംഗം, പ്രസംഗത്തിനനുസരിച്ച് വന്നത്. ഉപോദ്ഘാതോ, ഇവിടെ നമ്മളിപ്പം ഉപോദ്ഘാത സംബന്ധം കാണാം എന്ന് പറഞ്ഞാൽ ഭൂമിക എന്നർത്ഥം. ഉപോദ്ഘാതോ സപ്രസംഗ ഉപോദ്ഘാതോ ഹേതുതാ കാരണത്വന്നർത്ഥം. അവസര സംഗതി, അത് മുമ്പ് പറഞ്ഞ് നിർത്തി, ഇനിയിപ്പോൾ അതിന്റെ സമാന അവസരം വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ 2-3 കാര്യം പറഞ്ഞതിൽ ഒന്ന് പറഞ്ഞു, ഇനി രണ്ടാമത്തത് പറയാനുള്ള അവസരം വന്നപ്പോൾ അവസര സംഗതി എന്ന് പറയും. ഹേതുതാവസരസ്ഥത. ഇനി നിർവാഹകൈക്യം, പൂർവാധ്യായത്തിനോ അല്ലെങ്കിൽ പൂർവ്വപ്രകരണത്തിനോ ഉത്തരപ്രകരണത്തിനോ സമാനമായിരിക്കുന്ന വസ്തുവിനെ നിർണയിക്കാമെന്നത് കൊണ്ട് നിർവാഹകൈക്യം. കാര്യൈക്യം, അവിടെയുള്ള കാര്യവും ഇവിടെയുള്ള കാര്യവും സമാനമായി മാറുമ്പോൾ പരസ്പര സംബന്ധം വന്നാൽ കാര്യൈക്യം. ഇങ്ങനെ 6 വിധത്തിലുള്ള സംബന്ധം പറയുന്നുണ്ട്. ഇവിടെയും നമ്മൾ ഈ സംബന്ധത്തെ കുറിച്ച് പറയും. ഇതെന്തിനാ ഡീറ്റെയിൽ പറഞ്ഞത്? നമ്മൾ മറ്റൊരു ഗ്രന്ഥത്തിലും പറയുന്നുണ്ട്, പക്ഷേ ശാസ്ത്രീയമായിട്ട് നമ്മൾക്ക് പലർക്കും ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയത്തില്ല. കാരണം പരമ്പരയിലൂടെ ഒരു ശാസ്ത്രശ്രവണം നമ്മൾ നടത്തുന്നില്ല. നമ്മൾ ബ്രഹ്മകാന്ഡ അടിച്ച് കയറ്റല്ലേ. നമ്മളൊരു മന്ത്രം കൊടുത്താൽ പോരെ. മന്ത്രം ഓട്ടും പുറത്ത് കയറിയിട്ട് നാട്ടുകാരോട് വിളിച്ച് പറഞ്ഞാൽ ഗ്രേറ്റ്നെസ്. ആ കഥയെങ്കിലും നമ്മൾക്ക് അറിയത്തുള്ളൂ. പൂതറ കഥയല്ലേ നമ്മളെ ഗുരുക്കന്മാർക്ക് പറയാനുള്ളൂ. അല്ലാതെ ബ്രഹ്മകാന്ഡ ആർക്ക് സംസാരിക്കണം? ഞാൻ അങ്ങനെയുള്ള ഗുരുക്കന്മാരെ എടുത്താട്ടെ പറയുന്നത്, അല്ലാതെ ശാസ്ത്ര പദ്ധതിയായിട്ട് പോകുന്ന ഗുരുക്കന്മാരെ അല്ല പറയണം. തഥാച അസ്യ സൂത്രസ്യ, ഈ സൂത്രം ഏതിനെ അപേക്ഷിക്കുന്നുണ്ട്? ശ്രവണവിധിയെ. ശ്രവണവിധി എവിടെയാ കേട്ടത്? ഇത് പറയണേ 10 മിനിറ്റ്. തഥാച അസ്യ സൂത്രസ്യ ശ്രവണവിധി അപേക്ഷിത അധികാര്യാദി ശ്രുതിഭിഹി. അസ്യ സൂത്രത്തെ, അസ്യ സൂത്രസ്യ അവിടെ നിൽക്കട്ടെ. ശ്രവണവിധി അപേക്ഷിത അധികാര്യാദി ശ്രുതിഭിഹി സ്വാർത്ഥ നിർണയായ ഉത്ഥാപിതത്വാത്. ശ്രവണവിധി, ശ്രവണത്തിൽ വിധി വന്നു,
അവിടെ ആ വിധി പോലും ഏതിനെയൊക്കെ അപേക്ഷിക്കുന്നുണ്ട്? അധികാരി വിഷയ സംബന്ധ പ്രയോജനങ്ങളെ. ആരാണ് ശ്രവിക്കേണ്ടത് എന്നല്ലേ. അപ്പൊ ശ്രവണവിധി അവിടെ കണ്ടു. ആ ശ്രവണവിധി പോലും മറ്റ് ശ്രുതികളിലൂടെ അധികാരിയാദികളെ അപേക്ഷിക്കുന്നുണ്ട്. അതാണല്ലോ കഴിഞ്ഞ പേജിൽ നമ്മൾ അധികാരി വിഷയ സംബന്ധ പ്രയോജനം എടുത്ത് കാണിച്ചത്. അതായത് ശ്രവണവിധിയുടെ സന്നിധിയിൽ ഇരുന്ന് അർത്ഥവാദ വാക്യങ്ങളിലൂടെ പൂർവക്ഷി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾക്ക് അധികാരി വിഷയ സംബന്ധ പ്രയോജനങ്ങളെ കാണാമായിരുന്നു. ആ രീതിയിൽ ശ്രവണവിധി അപേക്ഷിതമാണ് അധികാരിയാദികളെ കാണിക്കുന്ന ശ്രുതി. ആ ശ്രുതികളാൽ, ശ്രുതിയുടെ അർത്ഥം എന്തായിരിക്കും? അധികാരി വിഷയ സംബന്ധ പ്രയോജനം. സ്വാർത്ഥ നിർണയായ അസ്യ സൂത്രസ്യ ഉത്ഥാപിതത്വാദ്, ഇവിടെ പങ്ക്തി അന്വയിക്കുക. അസ്യ സൂത്രസ്യ എന്നുള്ളത് ഉത്ഥാപിതത്വാദ് എന്നുള്ള പങ്ക്തിയായിട്ട് അന്വയിക്കുക. അസ്യ സൂത്രം, ഈ സൂത്രം ഉത്ഥാപിതമായത് പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ശ്രവണവിധി അധികാര്യാദി ശ്രുതികൾ അപേക്ഷിക്കുന്നുണ്ട്. ആ അധികാര്യാദി ശ്രുതികളുടെ അർത്ഥനിശ്ചയം നടത്താനായിട്ടാണ് ഈ സൂത്രം വന്നിരിക്കുന്നത്. പിടികിട്ടിയോ? സംഭവം പിടികിട്ടിയോ? ഇവിടെ നിങ്ങൾ മണ്ട കറക്കാതെ ഒരു സാധനം പിടികിട്ടാൻ പോകുന്നില്ല. ശരിക്ക് ഇത് ഇങ്ങനെ കറക്കി കറക്കി വെച്ചിരിക്കുന്ന പങ്ക്തിയായിരിക്കും. നമ്മൾ പങ്ക്തി അന്വേഷിച്ചു തരാം. ഇതിന്റെ പിറകിൽ ഞാൻ പഴയ പതി പോയി കഴിഞ്ഞാൽ ഇത് വലിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങൾ കയറി വരിക. അതുകൊണ്ട് എന്ത് പറ്റി? ഹേതുമത് ഭാവ ശ്രുതി സംഗതി, ഹേതുമത് ഭാവ സംഗതി എന്ന് അർത്ഥം. കാര്യകാരണഭാവ സംഗതി എന്ന് പറഞ്ഞാൽ കാരണത്വം എന്ന് മാത്രമേ നമ്മൾ ആ ശ്ലോകത്ത് കണ്ടിട്ടുള്ളൂ. ഓക്കെ, എന്റെ ശ്ലോകം എന്താ പറഞ്ഞത്? സപ്രസംഗ ഉപോദ്ഘാതോ ഹേതുതാ സംഗതിയാണ്. അവസര തഥാ നിർവാഹകൈക്യം കാര്യൈക്യം എന്നേ ഉള്ളൂ. ഹേതുമത് ഭാവം അവിടെ കാണത്തില്ല. ഇവിടെ പറഞ്ഞത് ഹേതു എന്നുള്ളത് ഹേതുമത് ഭാവ സംബന്ധം ഉദ്ദേശിച്ചത് അവിടത്തെ ഹേതുത എന്നുള്ള സംബന്ധമാണ്. അതായത് ശ്രുതിയും സൂത്രവുമായിട്ടുള്ള സംബന്ധമാണ് പറയുന്നത്. അതായത് എന്ത് പറ്റി? ശ്രവണവിധിയുണ്ട്. ശ്രവണവിധി അധികാര്യാദി ശ്രുതികളെ അപേക്ഷിക്കുന്നുണ്ട്. അധികാര്യാദി ശ്രുതികളിലൂടെ പറയപ്പെട്ടിരിക്കുന്ന അധികാര വിഷയ സംബന്ധ പ്രയോജനം, അതിനെ നിശ്ചയം നടത്താനായിട്ടാണ് ഈ സൂത്രം എന്നുള്ളതിനാൽ ഈ സൂത്രവും ശ്രുതിയായിട്ട് കാര്യകാരണഭാവ സംബന്ധമുണ്ട്. കാര്യമാണ് നിശ്ചയം, ഏതിന്റെ? ശ്രുതികളുടെ നിശ്ചയം. കാരണമാണ് സൂത്രം. ഇങ്ങനെ പരസ്പര സൂത്രവും ശ്രുതിയും തമ്മിൽ സംബന്ധമുണ്ട്. നിങ്ങളുടെ എല്ലാ സൂത്രങ്ങൾക്കും പല ശ്രുതിയായിട്ട് സംബന്ധം എന്ന് പറഞ്ഞാൽ ശ്രുതികൾ നിശ്ചയിക്കാനാണല്ലോ സൂത്രം ഉള്ളത്. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞതാണ് അധികാരിയുടെ വിശേഷണത്തെ നിശ്ചയിക്കാനാണ് ഈ സൂത്രം എന്നുള്ളത്. അപ്പോൾ സൂത്രവുമായിട്ട് ശ്രുതിയായിട്ട് സംബന്ധം വന്നു. ഒരു സംബന്ധം അല്ല, ഇനി പല സംബന്ധം പറയാൻ പോവാണ്. ശാസ്ത്ര ആരംഭ ഹേതു അനുബന്ധ നിർണായകത്വേന ഉപോദ്ഘാതത്വാത്. ശാസ്ത്ര ആരംഭത്തിന് ഹേതുവാണെന്ത്? അനുബന്ധം. വിനാനുബന്ധം ഗ്രന്ഥാതോ മംഗള നൈവ സസ്യത എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? അനുബന്ധത്തിന്റെ അർത്ഥം തന്നെ എന്താ പറഞ്ഞത്? ഗ്രന്ഥാധ്യയന പ്രയോജക ജ്ഞാന വിഷയത്വം. ഗ്രന്ഥാധ്യയനത്തിന് പ്രയോജകമാണ് അനുബന്ധത്തിന്റെ ജ്ഞാനം. അങ്ങനെ ഇരിക്കുന്ന ജ്ഞാനത്തിന്റെ വിഷയമാണ് അനുബന്ധം ആണല്ലോ. പറഞ്ഞ സാധനമൊക്കെ എഴുതിയെടുത്തിട്ട് പഠിച്ചോളണം എന്താന്നുള്ളത്. ശാസ്ത്ര ആരംഭ ഹേതു അനുബന്ധം. ठीक है, ആ അനുബന്ധത്തിന്റെ നിർണയജനകനാണ് നിർണായകൻ. ആര്? സൂത്രം അല്ലേ? ശാസ്ത്രാരംഭ ഹേതുവാണ് അനുബന്ധം. അനുബന്ധത്തിൽ ആരെ കുറിച്ച് പറയും? അധികാരി വിഷയ സംബന്ധ പ്രയോജനങ്ങളെ. അതിനെ നിശ്ചയിക്കുന്ന ആരാ? സൂത്രം. അതുകൊണ്ട് നിർണായകത്വന ഉപോദ്ഘാതത്വാത്. ഉപോദ്ഘാതം എന്ന് പറഞ്ഞാൽ ഭൂമിക, ആരംഭം എന്നർത്ഥം. ആരംഭത്തിൽ തന്നെ ഈ ഗ്രന്ഥാരംഭത്തിൽ നമ്മൾ ആരെ പറയണം? അധികാരി വിഷയ സംബന്ധ പ്രയോജനത്തെ പറയണം. അതിനുവേണ്ടിയാണ് സൂത്രം എന്നുള്ളത് കൊണ്ട് സൂത്രത്തിൽ ഉപോദ്ഘാതത്വം ഇരിക്കും. ഈ ഉപോദ്ഘാതം എന്നുള്ള ഒരു സംബന്ധമല്ലായിരുന്നോ? അതുകൊണ്ട് ശാസ്ത്രാദോ സംഗതി, ശാസ്ത്രത്തിന്റെ ആദിയില് ഉപോദ്ഘാത സംബന്ധം വന്നു. ആർക്ക്? സൂത്രത്തിന്. അധികാര്യാദി ശ്രുതീനാം സ്വാർത്ഥേ സമന്വയോക്തേ. ഈ 4 അധ്യായമാണ് നമ്മുടെ ബ്രഹ്മസൂത്രത്തിലുള്ളത് അല്ലേ? നിങ്ങൾക്കിത് കുറച്ച് കഴിഞ്ഞാൽ കാണാം. സമന്വയം, അതിരോധം, സാധന, ഫലം. ആദ്യത്തേതാണ് സമന്വയ അധ്യായം. എല്ലാ ശ്രുതിയെ പിടിച്ച് സമന്വയിക്കാൻ പോവുകയാണ്. അതിന്റെ അർത്ഥത്തിൽ സമന്വയിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്, കാണിച്ചു കൊടുക്കുകയാണ്. ഈ അർത്ഥത്തിൽ ഈ ശ്രുതി സമന്വയിക്കപ്പെടും. അപ്പോൾ അധികാര്യാദി ശ്രുതികളൊക്കെ എവിടെ സമന്വയിക്കപ്പെടും? അധികാരി നിർണയത്തിൽ സമന്വയിക്കപ്പെടും. അന്നപ്പോൾ അധികാര്യാദി ശ്രുതിനാം, അധികാര്യാദി ശ്രുതി എന്ന് ഉദ്ദേശം എന്താണ്? അധികാര വിഷയ സംബന്ധങ്ങളെ പറയുന്ന ശ്രുതി എന്ന അർത്ഥത്തിലാണ്. ഈ ശ്രുതികളുടെ എല്ലാം തന്നെ സ്വാർത്ഥേ, സ്വന്തം അർത്ഥത്തിൽ. സ്വന്തം അർത്ഥം എന്താ? അവിടെ അധികാരിയാണോ? അധികാരി സംബന്ധ വിഷയപ്രയോജനം. അപ്പൊ നോക്കിയോ, അധികാര്യാദി ശ്രുതീനാം സ്വാർത്ഥേ സമന്വയുക്തേ.
അധികാര വിഷയ സംബന്ധ പ്രയോജനങ്ങളെ പറയുന്ന ശ്രുതികൾക്ക് അതിന്റെ സ്വാർത്ഥമായിരിക്കുന്ന അധികാര വിഷയ സംബന്ധ പ്രയോജനങ്ങളിൽ സമന്വയം പറയപ്പെടുന്നുണ്ട്. സമന്വയസ്യ ഉക്തേഹേ, സമന്വയം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥത്തിൽ അത് സ്വാർത്ഥ താല്പര്യം വെച്ചും കൊണ്ട് അർത്ഥത്തെ ബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സമന്വയ അധ്യായ സംഗതി, അതായത് ഈ അധ്യായത്തിന്റെ പേര് സമന്വയ അധ്യായം എന്ന് പറഞ്ഞാൽ എല്ലാ ശ്രുതികളെയും പിടിച്ച് സമന്വയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സൂത്രമായിരിക്കട്ടെ അതിന്റെ സംബന്ധിയായിരിക്കുന്ന ശ്രുതികളുടെ സമന്വയത്തിൽ അന്വയിക്കപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാല് അതിന്റെ ഈ സൂത്രത്തിന്റെ സംബന്ധിയായിരിക്കുന്ന ശ്രുതി ആരാ? അധികാര വിഷയ സംബന്ധ പ്രയോജനങ്ങളെ പറയുന്ന ശ്രുതിയാ. അവിടെ അധികാര വിഷയ സംബന്ധ പ്രയോജനങ്ങൾ പറയുന്നതിൽ ഈ ശ്രുതി സഹായം കൊടുത്തുകൊണ്ട് നിശ്ചയിക്കുന്നുണ്ട് അതിന്റെ അർത്ഥത്തെ. അപ്പൊ മൊത്തം അധ്യായത്തിന്റെ പേര് സമന്വയ അധ്യായം. അപ്പോൾ ഈ സൂത്രമായിരിക്കട്ടെ തന്റെ സംബന്ധിയായിരിക്കുന്ന ശ്രുതി അർത്ഥത്തിനെ സമന്വയിച്ചു കൊടുക്കുന്നത് കൊണ്ട് സമന്വയ അധ്യായമായിട്ട് ഈ ശ്രുതിക്ക് സംബന്ധം വന്നു. എന്താ? സമന്വയം ചെയ്യുന്നതിനാൽ. ഇവർ കുറച്ചേ പറഞ്ഞുള്ളൂ. അവിടെ നോക്കണം, പങ്ക്തി നോക്കണം. പങ്ക്തിയെ പൊലിപ്പിക്കണമെങ്കിൽ എന്തൊക്കെ വെച്ചിട്ട് പൊലിപ്പിക്കണം എന്ന് മനസ്സിലാക്കുക. ഐരിതാത്മവിധം സർവം സത്യം സ ആത്മാ തത്വമസി. അടുത്ത പദം എന്താ? ശ്വേതകേതോ. ചാന്തോക്യം. ഐരിതാത്മവിധം സർവം, ആത്മമാത്രമാണ് ഈ സകലവും. സത്യം സ ആത്മാ തത്വമസി, അത് സത്യമാകുന്നു, അത് ആത്മാവാകുന്നു. അല്ലയോ ശ്വേതകേതു, അത് നീയാകുന്നു. ഇത്യാദി ശ്രുതിനാം സർവാത്മത്വാദി സ്പഷ്ടബ്രഹ്മലിംഗാനാം, ചിലത് സ്പഷ്ടബ്രഹ്മലിംഗങ്ങളോടുകൂടിയിരിക്കുന്ന ശ്രുതികളും ചിലത് അസ്പഷ്ട ബ്രഹ്മലിംഗങ്ങളുമാണ്. സർവാത്മത്വാദി ബ്രഹ്മത്തിന്റെ സ്പഷ്ടമായിരിക്കുന്ന ജ്ഞാപകന്മാരാണ് ഇവിടെ ഇരിക്കുന്ന സർവാത്മത്വാദി. സർവാത്മത്വാദി സ്പഷ്ട ബ്രഹ്മലിംഗത്തോടു കൂടിയിരിക്കുന്ന ശ്രുതികളുടെ വിഷയാദോ സമന്വയുക്തേ, വിഷയം തത്സംബന്ധിയായിരിക്കുന്ന കാര്യങ്ങളിൽ സമന്വയം കാണുന്നതിനാൽ പാദസംഗതി, അതായത് ഒന്നാം പാദത്തില് ലിംഗങ്ങളായിരിക്കുന്ന ശ്രുതികളെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ട് സമന്വയം നടത്തുന്നത്. അന്നപ്പോൾ ഈ സൂത്രത്തിന് ഈ പാദവുമായിട്ട് സംബന്ധം വരുന്നത് എങ്ങനെയായിരിക്കും? ഈ പാദത്തില് സ്പഷ്ടബ്രഹ്മലിംഗങ്ങളായിരിക്കുന്ന വാക്യങ്ങളുടെ സമന്വയം, അവരുടെ വിഷയം ചിലപ്പോൾ അധികാരിയായിരിക്കാം, അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപാദികളായിരിക്കാം. അവിടെ സമന്വയം ചെയ്യുന്നുണ്ട്. ലിംഗത്തോടു കൂടിയിരിക്കുന്ന വാക്യങ്ങളെയാണ് നമ്മൾ ഒന്നാം പാദത്തിൽ കാണുന്നത്. 4 പാദമല്ല ഒരു അധ്യായത്തിൽ. ഇവിടെ ഇരിക്കുന്ന ഒന്നാം അധ്യായത്തിൽ ഒന്നാം പാദത്തിൽ സ്പഷ്ടബ്രഹ്മലിംഗങ്ങളോടുകൂടിയിരിക്കുന്ന വാക്യങ്ങളുടെ അതിന്റെ അർത്ഥത്തിലെ സമന്വയമാണ് കാണുന്നത്. ഈ സൂത്രമായിരിക്കട്ടെ സ്വന്തം അർത്ഥത്തില്, അതായത് സമന്വയമായിരിക്കുന്ന കാര്യത്തിൽ ഈ ശ്രുതിയും അന്വയിക്കപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഈ സൂത്രവും സ്വസംബന്ധിയായിരിക്കുന്ന ശ്രുതികളുടെ സമന്വയത്തിലാണ് കാര്യം സമ്പന്നമാക്കിയത്. ഇതേപോലെ ഇനി മുന്നോട്ട് കാണുന്ന ഒന്നാം പാദത്തിലെ സ്പഷ്ടബ്രഹ്മലിംഗ ശ്രുതികളുടെ അന്വയത്തിൽ ഓരോരോ സൂത്രവും അന്വയിക്കപ്പെടുന്നു. ആയതിനാൽ ഈ പാദവുമായിട്ടും ഈ സൂത്രത്തിന് സംബന്ധമുണ്ട്. മറ്റെല്ലാ സൂത്രങ്ങളും എന്താ ചെയ്തത്? അവരുടെ സംബന്ധിയായിരിക്കുന്ന ശ്രുതികളുടെ നിർണയം നടത്തിയപ്പോൾ അവിടെ സമന്വയമാണ് ആ പാദം ചെയ്തത്. മൊത്തം പാദവും സമന്വയമാണ് ചെയ്യുന്നത്. പക്ഷെ മൊത്തം അധ്യായവും സമന്വയമാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ആ അധ്യായത്തിലെ പാദങ്ങൾ തമ്മിലുള്ള കുറച്ച് ഭേദമുണ്ട്. 4 പാദങ്ങളിൽ ആദ്യ പാദം ചെയ്തത് സ്പഷ്ടബ്രഹ്മലിംഗ വാക്യങ്ങളുടെ സമന്വയമാണ്. അപ്പോൾ സാദൃശ്യ സമന്വയം ആര് ചെയ്തു? സൂത്രം ചെയ്തു. ആരുടെ സമന്വയം? ശ്രുതികളുടെ സമന്വയം. സമാനമായിട്ട് ഈ സൂത്രവും സമന്വയം ചെയ്തതിനാൽ ഈ പാദവുമായിട്ടും സൂത്രത്തിന് സംബന്ധം. ഓക്കെ. ഏവം സർവസൂത്രാണാം ശ്രുത്യർത്ഥ നിർണായകത്വാത് ശ്രുതിസംഗതി. ഇപ്രകാരം സർവസൂത്രങ്ങൾക്കും ശ്രുതിയുടെ അർത്ഥനിർണയത്തിന്, അതായത് ഈ സൂത്രത്തെ മാറ്റി വെച്ച് മറ്റെല്ലാ സൂത്രത്തിൽ നോക്കുന്ന നേരം അതെല്ലാം തന്നെ ശ്രുതിയുടെ അർത്ഥനിർണയം നടത്തുകയല്ലേ? അതല്ലേ സമന്വയം എന്ന് ഉദ്ദേശിച്ചത്? ഓക്കെ. ഏവം സർവസൂത്രങ്ങൾക്കും സംബന്ധമുണ്ട്. എങ്ങനെയാ? സർവസൂത്രാണാം
ശ്രുത്യർത്ഥ നിർണായകത്വം, അത് ശ്രുതിയുടെ അർത്ഥനിർണയമാണ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് എന്ത് സംബന്ധം വന്നു? ശ്രുതി സംഗതി, ശ്രുതിയായിട്ട് സംബന്ധം വന്നു. അത് ഈ ഒരു സൂത്രം മാത്രമായിട്ടല്ല, എല്ലാ സൂത്രങ്ങൾക്കും ശ്രുതിയായിട്ട് സംബന്ധമുണ്ട്. എങ്ങനെ? ആ ശ്രുതിയുടെ അർത്ഥനിർണയം നടത്തുന്നത് കൊണ്ട്. ഇനി തത്തദധ്യായെ, ഇവിടെ വിട്ടുപോയിട്ടൊന്നുമില്ലല്ലോ പദങ്ങൾ, ഇല്ല. തത്തദധ്യായെ തത്തത് പാദേച്ച സമാന പ്രമേയത്വേന സംഗതിരൂഹനീയ. ഈ ഒരു കാര്യം നിങ്ങൾ മുന്നോട്ട് എല്ലായിടത്തും മനസ്സിലാക്കിയുള്ളൂ. എങ്ങനെ? തത്തദധ്യായ, ഓരോരോ അധ്യായത്തിലും, തത്തത് പാതെ, ഓരോരോ അധ്യായങ്ങളുടെ ഓരോരോ പാദങ്ങളിലും, സമാന പ്രമേയത്വേന, അവരുടെയൊക്കെ ഒരു അധ്യായത്തിലെ പ്രമേയങ്ങളൊക്കെ ഒരേപോലെ ഉണ്ടാവും, എന്നാലും ചില വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ സമന്വയമാണെങ്കിൽ പോലും സ്പഷ്ടബ്രഹ്മലിംഗങ്ങൾ, അസ്പഷ്ട ബ്രഹ്മലിംഗങ്ങൾ എന്ന് പറഞ്ഞ വ്യത്യാസം വന്നില്ലേ? ഇതേപോലെ വ്യത്യാസം ഉണ്ടാവും, സമാനതയുണ്ടാവും. സമാന പ്രമേയ രൂപത്തിൽ അവയുടെയൊക്കെ സംഗതി എന്ന് പറഞ്ഞ സംബന്ധം നിങ്ങൾ ഊഹിച്ചു കൊള്ളണം എന്നർത്ഥം. പ്രമേയം ച കൃഷ്ണശാസ്ത്രസ്യ ബ്രഹ്മ, മൊത്തം ഈ ബ്രഹ്മസൂത്രത്തിന്റെ പ്രമേയം എന്താണ്? ബ്രഹ്മസ്വരൂപമാണ്. വാസ്തവത്തിൽ ഐക്യം എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അധ്യായാനാത്തു, ഓരോരോ അധ്യായത്തിന്റെ പ്രമേയം എന്തായിരിക്കും? നോക്കിക്കോ, നിങ്ങൾക്ക് എത്ര അധ്യായം ഉണ്ട്? സമന്വയ, അവിരോധ, സാധന, ഫലാനി. അണ്ടർലൈൻ ചെയ്തോ? അധ്യായത്തിന്റെ പ്രമേയം, ഒന്നാമത്തെ അധ്യായത്തിന്റെ പ്രമേയമാണ് സമന്വയം, രണ്ടാമത്തെ അധ്യായത്തിന്റെ പ്രമേയമാണ് അവിരോധം, മൂന്നാമത്തത് സാധനം, നാലാമത്തത് ഫലം. ഇത് തന്നെയാണ് ശാസ്ത്രത്തിന്റെ ഓരോരോ അധ്യായത്തിന്റെ പേരും. ശാസ്ത്രമല്ല, ഓരോരോ അധ്യായത്തിന്റെ പേരും ഇങ്ങനെയാണ്. തത്ര, ഇവയിൽ തന്നെ പ്രഥമ പാദസ്യ സ്പഷ്ടബ്രഹ്മലിംഗാനാം ശ്രുതീനാം സമന്വയ പ്രമേയ. ഈ ഒന്നാം അധ്യായത്തിലെ ഒന്നാം പാദത്തിന്റെ കാര്യം എടുത്ത് പറയാണ്. സ്പഷ്ടബ്രഹ്മലിംഗാനാം ശ്രുതീനാം സമന്വയ. സ്പഷ്ടബ്രഹ്മം, അതായത് അവിടെ നിങ്ങൾക്ക് ബ്രഹ്മത്തെ നിശ്ചയം നടത്താൻ സ്പഷ്ടമായിരിക്കുന്ന ലിംഗങ്ങളുണ്ട്. അതിനെ വെച്ച് നിർണയം നടത്തുന്നതുകൊണ്ട് സ്പഷ്ടബ്രഹ്മലിംഗങ്ങളിലായിരിക്കുന്ന ശ്രുതികളുടെ, സ്പഷ്ടബ്രഹ്മലിംഗം ഏതാ? ശ്രുതിയാണ്. ശ്രുതിയില് ലിംഗമുണ്ട്, ജ്ഞാപക ഹേതുവാണ് ശ്രുതി. അവിടെ സ്പഷ്ടമാണ് ബ്രഹ്മത്തെ ജ്ഞാപനം നടത്താൻ പറ്റുന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന ശ്രുതികളുടെ സമന്വയമാണ് ഒന്നാമത്തെ പാദത്തിലെ പ്രമേയം. ദ്വിതീയ തൃതീയോർ അസ്പഷ്ട ബ്രഹ്മലിംഗാന. രണ്ടാമത്തെ പാദം മൂന്നാമത്തെ പാദത്തിലെ ശ്രുതികളുടെ കാര്യം നോക്കിയാല് അവിടെ ബ്രഹ്മലിംഗം ഉണ്ടെങ്കിൽ പോലും സ്പഷ്ടമല്ല. അസ്പഷ്ട ബ്രഹ്മലിംഗങ്ങളായിരിക്കുന്ന ശ്രുതികളുടെ സമന്വയമാണ് രണ്ടാം പാദത്തിലൂടെ നടക്കുന്നത്, രണ്ട് മൂന്നിലൂടെ നടക്കുന്നത്. അപ്പൊ നാലാം പാദത്തിലോ ചതുർത്ഥ പാദസ്യ പദമാത്ര സമന്വയ ഇതി ഭേദ. ചില പദങ്ങളുടെ അജഹ, അവ്യക്ത ഇത്യാദി പദങ്ങളുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന പദങ്ങളുടെ സമന്വയം ബ്രഹ്മത്തിൽ ചെയ്യാനായിട്ടാണ് നാലാമത്തെ പാദം വന്നത്. അസ്യ അധികരണസ്യ പ്രാഥമ്യാത് ന അധികരണ സംഗതിരപേക്ഷിത. അതായത് ഒരധികരണവും മറ്റൊരു അധികരണവുമായിട്ട് നമ്മൾ സംബന്ധം പറയും. 192 അധികരണം ഉണ്ടല്ലോ. സൂത്രം മാത്രമല്ല, അധികരണം മാറുന്നേരം നമ്മൾ സംബന്ധം പറയും. ഇത് 2, 3, 3, 4 എന്നിങ്ങനെ നമുക്ക് സംബന്ധം പറയാം. ചിലപ്പോൾ 6, 16 സംബന്ധം പറയാൻ പറ്റും, അങ്ങനെയും കയറാം. പക്ഷെ ഇത് ഒന്നാം അധ്യായമായതിനാൽ ഒന്നാം അധികരണമായതിനാൽ മുമ്പൊരു അധികരണം ഇല്ലാത്തത് കൊണ്ട് പരസ്പര അധികരണ സംബന്ധം ഇവിടെ വരത്തില്ല. അസ്യ അധികരണസ്യ, ഈ അധികരണം പ്രാഥമ്യമായതിനാൽ അധികരണ സംബന്ധി അപേക്ഷിക്കുന്നില്ല. അധ അധികരണം ആരച്യതേ. ഈ ഒന്നാമത്തെ അധികരണം ഉണ്ടല്ലോ, ഇതിന്റെ രചന നടത്തപ്പെടുകയാണ്. അപ്പോൾ ഇതിനെ വ്യാഖ്യാനിക്കുകയാണ് നമ്മൾ. ഇവിടെ എന്താണ് പറയുന്നത് എന്നുള്ളത്. എന്തൊക്കെയാ? ശ്രോതവ്യ ഇതി വിഹിത ശ്രവണാത്മകം വേദാന്ത മീമാംസ ശാസ്ത്രം വിഷയ. ഇവിടെ നമ്മൾ ശ്രോതവ്യ മന്തവ്യോ നിരിധ്യാസിതവ്യ എന്നുള്ള സ്ഥലത്ത് ശ്രോതവ്യ എന്ന് വിധി കണ്ടു. വിഹിതമാണത്, വിധിയാൽ വിഹിതമാണ്. എന്ത്? ശ്രവണം, ശ്രവണാത്മകം ശാസ്ത്രം. അച്ഛാ, ശ്രോതവ്യ ഇതി വിഹിത ശ്രവണാത്മകം വേദാന്ത മീമാംസ ശാസ്ത്രം വിഷയ. പ്രഥമ അധികരണത്തിന്റെ വിഷയമാണ് ശ്രോതവ്യ എന്ന് ശ്രുതിയിലൂടെ പറയപ്പെട്ടിരിക്കുന്ന ശ്രവണാത്മകം ശാസ്ത്രം. ഇവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഒരു ധാതു ഉണ്ട്, ഒരു പ്രത്യയമുണ്ട്. ഇവിടുത്തെ പ്രത്യയമാണ് തവ്യപ്രത്യയം. അതിലൂടെ എന്ത് പറയപ്പെട്ടു എന്നാ പറഞ്ഞത്? കർത്തവ്യത പറയപ്പെട്ടു. പിന്നെന്താ ഉള്ളത്? ശ്രവണം. ശ്രവണത്തിന് നമ്മൾ എന്തായിട്ട് അർത്ഥം എടുത്തത്? നമ്മൾ നിയോഗം എന്നാ പറഞ്ഞത്. തവ്യപ്രത്യയത്തിന് ചെയ്യണം എന്ന അർത്ഥമാണത്, കർത്തവ്യമാണ്. പിന്നെ ഉള്ളത് ശ്രവണമാണ്. ശ്രവണത്തിന് അർത്ഥം നമ്മൾ വിചാരണ ചെയ്തിട്ടുണ്ട്. കാരണം ശ്രവണത്തിൽ മാത്രമല്ലായിരുന്നു വിധി, ശ്രവണ മനന നിരിധ്യാസനത്തിൽ വിധി ഉണ്ടായിരുന്നു.
അപ്പൊ ശ്രവണം മരണം നിധിധ്യാസനം മൂന്നും എടുത്തു കഴിഞ്ഞാൽ അവിടെ വിചാരം എന്നർത്ഥം കിട്ടും. അപ്പം ഇത് നിങ്ങൾ കഴിഞ്ഞ പേജിൽ താഴെ നിന്നൊരു 4-5 പങ്ക്തി കണ്ടാൽ മതി. വിചാര വിഷയ, വിചാരസ്യ വേദാന്ത വിഷയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെയാണ് ഇവിടെ ഒരിക്കൽ കൂടി നമ്മൾ സ്പഷ്ടീകരിക്കുന്നത്. വിഹിത ശ്രവണാത്മകം, വിഹിതമാണെന്ത്? ശ്രവണം. ആ ശ്രവണാത്മകം വേദാന്ത മീമാംസ ശാസ്ത്രം, അതായത് ശ്രവണത്തെ വിധിച്ചു. ശ്രവണം ഏതുമായിട്ട് ശ്രവണത്തിന്റെ വിഷയം എന്താ? വേദാന്ത ശാസ്ത്രം. അങ്ങനെയായിരുന്നു കഴിഞ്ഞ പേജിൽ പോയത്. ശ്രോതഭ്യ മന്തഭ്യ നിധിധ്യാസന, ചെയ്യേണ്ടത് ശ്രവണമാണ്, നിധിധ്യാസനമാണ്. അപ്പോൾ അതിനാണ് വിചാരം എന്ന് പറഞ്ഞത്. വിചാരമാണ് ചെയ്യേണ്ടത്. ആ വിചാരത്തിന്റെ വിഷയം എന്തായിരുന്നു? വേദാന്തമായിരുന്നു. അപ്പൊ നേരിട്ട് പറയാണ്, ശ്രവണാത്മകം കിം വേദാന്ത മീമാംസ ശാസ്ത്രമാണ് വിഷയം. ശ്രോതഭ്യ എന്നതിലൂടെ പറയപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണ്? മീമാംസ ശാസ്ത്രം, അതായത് വേദാന്ത മീമാംസ ശാസ്ത്രം. അപ്പോൾ വേദാന്ത മീമാംസ ശാസ്ത്രത്തെയാണ് നമ്മളിവിടെ ഈ സൂത്രത്തിലൂടെ വിശദീകരിക്കാൻ പോകുന്നത്. തസംബന്ധിയായിരിക്കും ശ്രുതിയാണ് ശ്രോതവ്യ മന്തവ്യ നിധിധ്യാസിതവ്യ. അപ്പൊ ശ്രോതവ്യ മന്തവ്യ നിധിധ്യാസിതവ്യ എന്നുള്ള ശ്രുതിയിലൂടെ വിഹിതമായിരിക്കുന്ന എന്ത്? ശ്രവണം. ആ ശ്രവണത്തിന്റെ വിഷയമായിരുന്നു വേദാന്ത ശാസ്ത്രം. ആ ശാസ്ത്രമാണ് ഈ അധികരണത്തിന്റെ വിഷയമായി മാറുന്നത്. തത് കിം ആരബ്ധവ്യം ന വേദി വിഷയപ്രയോജന സംഭാവനാഭ്യാം സംശയ. തത് അധികരണം കിം ആരബ്ധവ്യം, ഈ ഒരു ശാസ്ത്രത്തിന്റെ ഭാഗമായിരിക്കുന്ന അധികരണം ആരംഭിക്കേണ്ടതുണ്ടോ ഇല്ലയോ? അതെന്തുകൊണ്ടാ? വിഷയപ്രയോജന സംഭവാഭ്യാം, വിഷയപ്രയോജനങ്ങൾ ഉണ്ടെങ്കിൽ ആരംഭിക്കാം, ഇല്ലെങ്കിൽ ആരംഭിക്കേണ്ട. എന്നപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. തത്ര, അപ്പൊ പൂർവക്ഷി വരികയാണ്. നാഹം ബ്രഹ്മേതി ഭേദഗ്രാഹി പ്രത്യക്ഷേണ കർത്തൃത്വ അകർത്തൃത്വാദി വിരുദ്ധ ധർമ്മവത്വ ലിംഗക അനുമാനേന ച വിരോധേന ബ്രഹ്മാത്മനോരൈക്യസ്യ വിഷയസ്യ അസംഭവാത്. നിങ്ങളുടെ വിഷയം എന്താ? ബ്രഹ്മാത്മ ഐക്യം. പക്ഷെ ഈ ബ്രഹ്മാത്മ ഐക്യം എന്നുള്ള വിഷയം സംഭവിക്കത്തില്ല. അധികാരി വിഷയ സംബന്ധ പ്രയോജന സ്ഥലത്ത് വിഷയമായിരുന്നു ഐക്യം. ആ ഐക്യം ഉണ്ടാവത്തില്ല. അതെന്തുകൊണ്ടാ? നാഹം ബ്രഹ്മേതി ഭേദഗ്രാഹി പ്രത്യക്ഷേണ. നിങ്ങൾ ബ്രഹ്മമാണോ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഞാനാ ബ്രഹ്മെന്ന്? ഇല്ലല്ലോ. ഞാൻ ബ്രഹ്മമല്ല എന്ന് തോന്നില്ലേ? ഞാൻ ബ്രഹ്മമായിരുന്നു ജഗത്തിനെ സൃഷ്ടിച്ചേനെ. ഞാനല്ല ജഗത്തിന്റെ സൃഷ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ബ്രഹ്മമല്ല, എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഈ ഭേദത്തെ, ഞാൻ വേറെ ബ്രഹ്മ വേറെ, ജഗത്തിന്റെ സൃഷ്ട വേറെ, ഞാൻ വേറെ എന്ന് ഭേദത്തെ ഗ്രഹിക്കുന്ന പ്രത്യക്ഷം. ഏത് പ്രത്യക്ഷം? ചാക്ഷ പ്രത്യക്ഷമല്ല, സ്വ അനുഭവത്തെയാണ് ഇവിടെ പ്രത്യക്ഷം എന്ന് പറയുന്നത്. ഇങ്ങനൊരു പ്രത്യക്ഷം ഇരിക്കുന്നതിനാൽ ഒരു കാരണം, കർത്തൃത്വ അകർത്തൃത്വ വിരുദ്ധ ധർമ്മവത്വ ലിംഗക അനുമാനേന. ജീവോ ബ്രഹ്മഭിന്നം, ജീവൻ ബ്രഹ്മത്തിൽ ഭിന്നമാണ്. കർത്തൃത്വാത്, കർത്തൃത്വം ഇരിക്കുന്നതിനാൽ ജീവൻ ബ്രഹ്മത്തിൽ ഭിന്നമാണ് ശ്രദ്ധിക്കാം. ബ്രഹ്മ ജീവഭിന്നം, ബ്രഹ്മ ജീവനിൽ ഭിന്നമാണ്. എന്തുകൊണ്ടാ? അകർത്തൃത്വാത് ഘടവത്. ഇങ്ങനെ നമ്മൾക്ക് ബ്രഹ്മാത്മ ഭേദം സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ട് അനുമാനത്തിലൂടെ. ഇതിനാൽ വിരോധേന, ഏതുമായിട്ട് വിരോധം? ശ്രുതിയുടെ അർത്ഥമായിരിക്കുന്ന ഐക്യവുമായിട്ട് അനുമാനത്തിനും പ്രത്യക്ഷത്തിനും വിരോധമുള്ളതിനാൽ ബ്രഹ്മാത്മനോരൈക്യസ്യ വിഷയസ്യ അസംഭവാത്, ഈ അധികരണത്തിന്റെ വിഷയമായിരിക്കുന്ന അഥവാ ശാസ്ത്രത്തിന്റെ വിഷയമായിരിക്കുന്ന ബ്രഹ്മാത്മ ഐക്യം അസംഭവമാണ്, സംഭവിക്കത്തില്ല. സംഭവിക്കുമെങ്കിൽ മാത്രമല്ല അധികരണം തുടങ്ങേണ്ട ആവശ്യമുള്ളൂ. മാത്രല്ല സത്യബന്ധസ്യ ജ്ഞാന അനുവൃത്തി രൂപ ഫല സംഭവാത്, അതായത് സത്യമായി വാസ്തവത്തിലുള്ള ഒരു ഘടത്തിന്റെ ജ്ഞാനം ഉള്ളത് കൊണ്ട് നഷ്ടപ്പെടുവോ? ഇല്ല. വാസ്തവ വസ്തുവാണെങ്കിൽ ക്രിയയാലേ നശിക്കത്തുള്ളൂ, ജ്ഞാനത്താൽ നശിക്കത്തില്ല. കൈകൊണ്ട് അടിക്കുകയോ അല്ലെങ്കിൽ വടിവെച്ചടിക്കുകയോ ചെയ്താൽ നമുക്കൊരു ഘടത്തെ പൊട്ടിക്കാം. അത് ഘടം വാസ്തവമായത് കൊണ്ടാണ്. വാസ്തവ വസ്തുവിന്റെ നാശം ക്രിയയാലേ ഉണ്ടാകത്തുള്ളൂ, ജ്ഞാനത്താൽ ഉണ്ടാകത്തില്ല. കയറിലെ സർപ്പം നമുക്ക് വടിവെച്ച് തല്ലിക്കൊല്ലാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെ എന്തുമാത്രം മതി? കയറുടെ ജ്ഞാനം ഉണ്ടായാൽ മതി. അപ്പം വസ്തു അവാസ്തവമാണെങ്കിൽ ജ്ഞാനത്താൽ നഷ്ടപ്പെടാം, വസ്തു വാസ്തവമാണെങ്കിൽ ജ്ഞാനത്താൽ നഷ്ടപ്പെടത്തില്ല. ആയതുകൊണ്ട് സത്യബന്ധസ്യ, പൂർവക്ഷി ബന്ധത്തെ സത്യമായിട്ടാണ് മാനിക്കുന്നത്. ബന്ധം എന്നുള്ളത് ഈ സംസാരമാണ്. അതിനാൽ ജ്ഞാനാത് നിവൃത്തി രൂപ ഫല സംഭവം. ജ്ഞാന അനുവൃത്തിയല്ല, ജ്ഞാനാത് നിവൃത്തി. ജ്ഞാനത്താലുള്ള നിവൃത്തി എന്നുള്ള ഫലം സംഭവിക്കത്തില്ല. ജ്ഞാനത്താൽ നിവൃത്തി എന്നുള്ള ഫലം എവിടെ സംഭവിക്കത്തുള്ളൂ? മിഥ്യ സ്ഥലത്ത് സംഭവിക്കത്തുള്ളൂ. ഇത് ബന്ധം മിഥ്യയായിരുന്നുവെങ്കിൽ ജ്ഞാനത്താൽ നിവൃത്തമായനെ. ബന്ധം സത്യമാണെന്നുള്ളതിനാൽ ജ്ഞാനാത് നിവൃത്തി എന്നുള്ള ഫലം സംഭവിക്കാത്തതിനാൽ ആരംഭണീയമിതി പ്രാപ്തേ, ശാസ്ത്രത്തിന്റെ അഥവാ ഈ അധികരണത്തിന്റെ ആരംഭം, സൂത്രത്തിന്റെ ആരംഭം ചെയ്യേണ്ടതില്ല എന്ന് സ്ഥിതി വരുമ്പോൾ, ഇവിടം വരെ പൂർവക്ഷി
സിദ്ധാന്ത. സിദ്ധാന്തം പറയുകയാണെന്ത്? അഥാതു ബ്രഹ്മജിജ്ഞാസ. ഇത് നിങ്ങളുടെ ആദ്യത്തെ സൂത്രമാണ് കയറി വരുന്നത്. അപ്പൊ പൂർവപക്ഷിയുടെ ഡിഫൻസ് എല്ലാം കഴിഞ്ഞു. അതിനെ നമ്മൾ നിരാകരിച്ചും കൊണ്ട് സിദ്ധാന്തം പറയാണ് അങ്ങനെയല്ല. ഇനി പറഞ്ഞുതരാം. ഈ സൂത്രത്തിന് ഒന്നാം സൂത്രം വന്നു കഴിഞ്ഞു ടീക്കയിലെ. ഇപ്പൊ നിങ്ങളൊന്നും കാണത്തില്ല. ഇനി നമ്മുടെ സംബന്ധ ഭാഷ ഓടിക്കൊണ്ടിരിക്കും. അതിനുശേഷമൊക്കെ സൂത്രം വരത്തുള്ളൂ. ഇതിന്റെ അർത്ഥം പറയാണ്. അത്ര ശ്രവണവിധി സമാനാർത്ഥത്വായ കർത്തവ്യ ഇതി പദം അധ്യാഹാര്യം. ഇവിടെ ഇപ്പോൾ അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്നുള്ളതിനോടുകൂടി ഒരു പദ അധ്യാഹാരം നടത്തണം. ഈ പദാധ്യാഹാരം നടത്തണമോ അഥവാ അർത്ഥാധ്യാഹാരം നടത്തണമോ എന്നൊക്കെയുള്ള ശാസ്ത്ര ചർച്ച വേറെ കിടക്കട്ടെ. ഞാൻ ഇടയ്ക്ക് പറയുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം. അപ്പൊ സമയമില്ല. അന്നപ്പോൾ ഒരു പദത്തെ നമ്മൾ അധ്യാഹരിക്കും. ഇല്ലാത്ത വസ്തുവിനെ കൊണ്ടുവന്ന് വെക്കുന്നതാണ് അധ്യാഹാരം എന്ന് പറയുന്നത്. അപ്പൊ ഒരു പദത്തെ അധ്യാഹരിക്കണം. ഏത് പദത്തെ? കർത്തവ്യ എന്നുള്ള പദത്തെ. അപ്പൊ കർത്തവ്യ എന്നുള്ള പദത്തെ അധ്യാഹരിച്ചു കഴിഞ്ഞാൽ സൂത്രം എങ്ങനെ ഉണ്ടാവും? അഥാതോ ബ്രഹ്മജിജ്ഞാസ കർത്തവ്യ എന്നാവും. തീർന്നിട്ടില്ല, അന്യം തീർന്നിട്ടില്ല. നോക്കാം. അധ്യാഹൃതഞ്ച ഭാഷ്യകൃത ബ്രഹ്മജിജ്ഞാസ കർത്തവ്യ ഇതി. ഭാഷ്യകാരൻ ഇങ്ങനെ അധ്യാഹാരം നടത്തിയിട്ട് തന്നെയാണ് വാക്യം എഴുതുന്നത്. ബ്രഹ്മജിജ്ഞാസ കർത്തവ്യ എന്ന് ഭാഷ്യകാരന്റെ പങ്ക്തിയാണ്. തത്ര പ്രകൃതി പ്രത്യയോർ ജ്ഞാന ഇച്ഛയോഹോ കർത്തവ്യത്വ അനന്വയാത് പ്രകൃത്യ ഫലീഭൂതം ജ്ഞാനം അജഹല്ലക്ഷണയ ഉച്ചതേ പ്രത്യേന ഇച്ഛാസാധ്യോ വിചാരോ ജഹല്ലക്ഷണയാ. ഇതുവരെയുള്ള പ്രസംഗം കട്ടിയാണെങ്കിൽ ഇനി കടുകട്ടിയാവും പ്രസംഗം. ഇവിടെ ഇതൊക്കെ അതേപോലെ തലക്കേറ്റി വെച്ച് കഴിഞ്ഞാൽ ഹയർ ടെക്സ്റ്റ് പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടത്തില്ല. നിങ്ങൾ ഈശാവാസ്യമിതം സർവത്തിലൊന്നും ഈ സാധനം കാണത്തേ ഇല്ല. ഇവിടെ മൊത്തം മാറി. ठीक है. ഇവിടെ നിങ്ങൾ യുഷ്മദസ്മപ്രത്യ ഗോചരയോഹോ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാല് ഇതൊരു രീതി ശരിക്കും എപ്പിസ്റ്റമോളജിക്കൽ സ്റ്റഡിയാണ് ഇവിടെ വരാൻ പോകുന്നത്. ജ്ഞാനം എങ്ങനെ എന്തുകൊണ്ടുണ്ടായി എന്നുള്ള രീതിയിലുള്ള സംസാരം തുടങ്ങും. ഇത് പൊതുവെ ഉപനിഷത്തിൽ കുറവാണ്. പ്രക്രിയാ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് നന്നായിട്ട് കാണും. തത്ര പ്രകൃതി പ്രത്യാർത്ഥയോർ ജ്ഞാന ഇച്ഛയോഹോ. അത് എവിടെ എടുത്തിരിക്കുകയാണ്? ബ്രഹ്മജിജ്ഞാസ എന്നുള്ള പദത്തെ മാത്രം എടുക്കുകയാണ്. ഇതൊരു പദമാണ്. അഥ പദം വേറെ, അതോ പദം വേറെ. ബ്രഹ്മജിജ്ഞാസ ഒറ്റ പദമാണ്. ബ്രഹ്മവിഷയക ജിജ്ഞാസയാണ് ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നത്. അവിടെ അപ്പോൾ ജിജ്ഞാസ എന്നുള്ള പദം മാത്രം മതിയുള്ളൂ. ജിജ്ഞാസ ജ്ഞാതും ഇച്ഛാ ജിജ്ഞാസ, ബ്രഹ്മവിഷയ ജിജ്ഞാസ, ബ്രഹ്മജിജ്ഞാസ. അപ്പോൾ ജിജ്ഞാസ എന്നുള്ള പദത്തിന് നമ്മൾക്ക് പ്രകൃതിയെയും പ്രത്യയത്തെയും നോക്കിയാൽ അവിടെ ഞാ ധാതുവും പ്രകൃതിയായിട്ടും പ്രത്യയമായിട്ട് ആരാളുള്ളത്? സൻ പ്രത്യയമാണത്. അത് ഇച്ഛാർത്ഥത്തിൽ വന്നിരിക്കുന്ന സൻ പ്രത്യയമാണ്. നിങ്ങൾ സന്നെ കാണുന്നില്ല അവിടെ. അപ്പോൾ പറയാണ് പ്രകൃതി പ്രത്യാർത്ഥയോഹോ ജ്ഞാന ഇച്ഛയോഹോ. ജ്ഞാധാതുവിന്റെ അർത്ഥമായിരിക്കുന്ന ജ്ഞാനം അതാണ് പ്രകൃതി. പിന്നെന്താ ഉള്ളത്? സൻ പ്രത്യയത്തിന്റെ അർത്ഥമായിരിക്കുന്ന ഇച്ഛ. ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ജിജ്ഞാസ. ജ്ഞാതും ഇച്ഛാ ജിജ്ഞാസ ആണ്. അപ്പൊ അവിടുത്തെ ധാതുവാണ് ജ്ഞാനം, പ്രത്യയമാണ് ഇച്ഛ. ഇവിടെ ജ്ഞാനത്തിലോ ഇച്ഛയിലോ പുരുഷന് സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ പുരുഷ അധീനമായിട്ടിരിക്കത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കർത്തൃതന്ത്രം ഭവേജ്ഞാനം, വസ്തുതന്ത്രം ഭവേജ്ഞാനം, കർത്തൃതന്ത്രം ഉപാസനം എന്ന്. കർത്താവിന്റെ അധീനത്തിലിരിക്കുന്ന ഉപാസനമാണ്, ജ്ഞാനമല്ല. കാരണം ജ്ഞാനം വസ്തുവിന് അധീനമായിട്ടിരിക്കത്തുള്ളൂ. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ ഈ പുരുഷയ്ക്ക് അനുസരിച്ച് മാറത്തില്ല. അപ്പൊ എന്ത് പറ്റി? ജ്ഞാനം പോലെ തന്നെ ഇച്ഛയും പുരുഷാധീനമായിട്ടിരിക്കത്തില്ല. പുരുഷ അധീനമായിട്ടിരിക്കുന്ന സ്ഥലത്ത് വിധി പറയാൻ പറ്റുമായിരുന്നു, നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ഇപ്പോൾ കർത്തവ്യ എന്നുള്ള വിധി എങ്ങനെ ജ്ഞാനത്തിലും ഇച്ഛയിലും വെക്കും? മനസ്സിലാകുന്നുണ്ടോ? കർത്തവ്യ എന്നുള്ള പദ അധ്യാഹാരം നടത്തിയാൽ പിന്നെ പ്രശ്നമുണ്ട്. ചെയ്യണം എന്നുള്ള വിധി ജ്ഞാനത്തിലും ഇച്ഛയിലും കിട്ടത്തില്ല. അതായത് ജിജ്ഞാസ എന്നുള്ള പദത്തിലെ പ്രകൃത്യാർത്ഥമായിരിക്കുന്ന ജ്ഞാനത്തിലും വിധി കിട്ടത്തില്ല, പ്രത്യാർത്ഥമായിരിക്കുന്ന ഇച്ഛയിലും വിധി കിട്ടത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? കർത്തവ്യത്വ അനന്വയാത്, കർത്തവ്യതയുടെ അന്വയം ചെയ്യാൻ പറ്റത്തില്ല, സംബന്ധിപ്പിച്ചിട്ട് വാക്യാന്വയം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇനി മാറ്റാൻ പോവുകയാണ്. പ്രകൃതിയാൽ, പ്രകൃതി ഏതവിടെ ഇപ്പോൾ? ജ്ഞാധാതു. ജ്ഞാധാതുവിന്റെ അർത്ഥം എന്താക്കും ഇനിയിപ്പോൾ? ഫലീഭൂതം ജ്ഞാനം. ഫലീഭൂത ജ്ഞാനം എന്ന് പറഞ്ഞാല് ഈ വിചാരത്തിൽ നിന്ന് ഉത്പന്നമാവുന്ന അപരോക്ഷ ജ്ഞാനത്തെ എടുത്തുകൊള്ളുക ജ്ഞാധാതുവിന്റെ അർത്ഥമായിട്ട്. ഇതെങ്ങനെ എടുക്കും? ലക്ഷണ ചെയ്തോ? ഏത് ലക്ഷണ ചെയ്യും? അജഹൽ ലക്ഷണയാ ഉച്ചതേ. ജഹൽ ലക്ഷണ, അജഹൽ ലക്ഷണ, ജഹദ് അജഹൽ ലക്ഷണ എന്ന് പറയും. സ്വാർത്ഥത്തെ പരിത്യാഗം നടത്താതെ ചെയ്യുന്ന ലക്ഷണയാണ്
അജഹൽ ലക്ഷണ. സ്വാർത്ഥ പരിത്യാഗം നടത്തിക്കൊണ്ട് ചെയ്യുന്നതാണ് ജഹൽ ലക്ഷണ. കുറച്ചു ഭാഗം പരിത്യാഗം നടത്തുകയും കുറച്ചു ഭാഗം കൂടെ വെക്കുകയും ചെയ്തിട്ട് ലക്ഷണം ചെയ്താൽ അജഹൽ ലക്ഷണം എന്ന് പറയും. അപ്പൊ ഇവിടെ ഇപ്പോൾ ജ്ഞാധാതുവിന്റെ അർത്ഥം തന്നെയാണ് എടുക്കുന്നത്, പക്ഷേ ഫലീഭൂത ജ്ഞാനത്തെ എടുത്തുകൊള്ളുക. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? അജഹൽ ലക്ഷണയാൽ ജ്ഞാധാതുവിനാൽ അപരോക്ഷ ബ്രഹ്മജ്ഞാനത്തെ എടുത്തുകൊള്ളുക. അപ്പൊ പ്രത്യയത്താൽ എന്തെടുക്കും? പ്രത്യയേന ഇച്ഛാ സാധ്യോ വിചാരോ. പ്രത്യയം എന്താണ് ഇവിടെ? ഇച്ഛയാണ്. ആ ഇച്ഛയുടെ സാധ്യം എന്താണ്? വിചാരം. അതായത് ബ്രഹ്മജ്ഞാനത്തിനായിട്ട് വിചാരം ചെയ്യണം. അപ്പൊ ബ്രഹ്മജ്ഞാനത്തിന് ഇച്ഛയുണ്ടെങ്കിൽ അവിടെ പ്രവർത്തിക്കും, വിചാരത്തിൽ പ്രവർത്തിക്കും. അപ്പൊ ഇവിടെയുള്ള പ്രത്യയത്തിന്റെ അർത്ഥമാണ് ഇച്ഛ. ആ ഇച്ഛാസാധ്യമായിരിക്കുന്ന വിചാരത്തെ ഗ്രഹിക്കണം ഇച്ഛയാൽ എന്ന് പറഞ്ഞാൽ സൻപ്രത്യയത്താല്. സൻപ്രത്യ ഇച്ഛാർത്ഥത്തിലും എന്താ? പ്രത്യാർത്ഥമായിരിക്കുന്ന ഇച്ഛ കൊണ്ട് വിചാരത്തെ ഗ്രഹിച്ചു കൊള്ളുക. അതെങ്ങനെ പറയാണ്? ജഹൽ ലക്ഷണയ. അവിടെ ജഹൽ ലക്ഷണ നടത്തണം എന്ന് പറഞ്ഞാല് സ്വാർത്ഥത്തെ മൊത്തം പരിത്യാഗം നടത്തിക്കൊണ്ട് വിചാരത്തെ ഗ്രഹിച്ചു കൊള്ളുക. തഥാച ഇനിയിപ്പം വാക്യ അന്വയം എങ്ങനെ വരും? ബ്രഹ്മജ്ഞാനായ. ഇതാണ് നിങ്ങളുടെ ജ്ഞാധാതുവിന്റെ അർത്ഥം അജഹൽ ലക്ഷണയായി ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് എന്ത് ചെയ്യണം? വിചാര കർത്തവ്യ. വിചാരം എവിടുന്ന് കിട്ടി? സൻപ്രത്യയത്തിന്റെ അർത്ഥം വിചാരമാണ്. അതെങ്ങനെ? ജഹൽ ലക്ഷണ വഴി ജ്ഞാനത്തിന്റെ സാധ്യമായിരിക്കുന്ന വിചാരം, ഇച്ഛയുടെ സാധ്യമാണ് വിചാരം. വിചാര വിഷയ ഇച്ഛയായിരുന്നു. കാരണം ആ വിചാരം കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? അപരോക്ഷ ബ്രഹ്മജ്ഞാനത്തിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ അപരോക്ഷ ബ്രഹ്മജ്ഞാനത്തിലെ ഇച്ഛ, ആ ഇച്ഛയാണ് സൻപ്രത്യയത്തിന്റെ അർത്ഥം. അങ്ങനെ ഇരിക്കുന്ന വിചാരത്തില് കർത്തവ്യതയുണ്ട്. അപ്പോൾ ബ്രഹ്മജ്ഞാനത്തിനായിട്ട് ബ്രഹ്മജ്ഞാനത്തിന്റെ ഹേതുവായിരിക്കുന്ന വിചാരത്തെ ചെയ്യണം. വിചാര കർത്തവ്യ. ഇത് സൂത്രസ്യ ശ്രൗതോ അർത്ഥ സംബന്ധ്യത. ഇപ്രകാരം സൂത്രത്തിന് ശ്രുതി സമ്പന്നമായിരിക്കുന്ന ഒരു അർത്ഥം കിട്ടും. കാരണം കർത്തവ്യപദ അധ്യാഹാരം നടത്താതെ ഇവിടെ ശ്രുതി സമ്പന്നമായിരിക്കുന്ന അർത്ഥം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അധ്യാഹാരം നടത്തിക്കൊണ്ട് അഥാതു ബ്രഹ്മജിജ്ഞാസ. അതവിടെ നിൽക്കട്ടെ. ബ്രഹ്മവിഷയ ജിജ്ഞാസ എന്നുള്ള സ്ഥലത്തുമാണ് നമ്മൾ ജിജ്ഞാസയാണ് അന്വയിച്ചിരിക്കുന്നത്. ജ്ഞാതമിച്ഛ ജിജ്ഞാസ. അവിടെ തന്നെ എന്താണ്? ജ്ഞാനത്തിനെ കൊണ്ട് അപരോക്ഷ ബ്രഹ്മജ്ഞാനത്തെ എടുത്തുകൊള്ളുക. സൻപ്രത്യയത്തിന്റെ അർത്ഥമാണ് ഇച്ഛ. ആ ഇച്ഛയാൽ ഇച്ഛ സാധ്യമായിരിക്കുന്ന വിചാരത്തെ ഗ്രഹിക്കുക. അന്നപ്പോൾ മൊത്തം അർത്ഥം എന്തുണ്ടാവും? ബ്രഹ്മജ്ഞാനായ വിചാര കർത്തവ്യ. വിചാര ബ്രഹ്മജ്ഞാന വിചാര കർത്തവ്യപദ അധ്യാഹാരം നടത്തും. അപ്പൊ ബ്രഹ്മജ്ഞാനത്തിനായിട്ട് വിചാരം ചെയ്യണം. അപ്പൊ വിധിയായോ? വിധിയായി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞൊരു മന്ത്രം ചുവട്ടിലൊഴിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം ഗുരു പറഞ്ഞാൽ ആ ഗുരുവിനെ എടുക്കുകയോ അല്ല സൂത്രത്തെ കളയുകയോ? അപ്പോൾ ശാസ്ത്രത്തിന്റെ ഗതി വേറെയായിരിക്കും. ഗുരുക്കന്മാര് ക്ഷണിക്കുക. അപ്പോൾ ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവോം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.